നമ്മുടെ ജീവിതത്തിന്റെ അന്തിമ ഘട്ടത്തോട് ഓരോ ദിവസം കഴിയുന്തോറും നാം അടുത്ത് ചെന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ദൈവത്തിന്റെ അപ്പോസ്തലനും അത് നമ്മെ ഓർപ്പിക്കുന്നു. വിശ്വസിച്ച സമയത്തേക്കാൾ നമ്മുടെ രക്ഷ നമ്മോട് അടുത്തു വന്നിരിക്കുന്നു. വിശ്വസിച്ചവർക്ക് വീണ്ടും ഉറപ്പായി വിശ്വസിക്കാം, വിശ്വസിച്ച സമയത്തേക്കാൾ ഞങ്ങളുടെ രക്ഷ ഏറ്റവും അടുത്തടുത്തടുത്ത് വരികയാണ്. ഈ ലോകം വേദന നിറഞ്ഞതാണ്. ഈ ലോകത്തിന്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവർ ശിക്ഷിക്കപ്പെടും. ഈ ലോകം നാശത്തിലേക്കാണ് മനുഷ്യനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ലോകം വിട്ടുപോകുന്നതിന്റെ പേര് രക്ഷയെന്നാണ്. ഹല്ലേലൂയ. അത് ശിക്ഷയാണെന്ന് തോന്നുന്നവർ മാത്രം ഒന്ന് കൈയുയർത്തിക്ക്. ഇവിടുന്ന് വിട്ടുപോകുന്നത് പിന്നെന്താ ഹല്ലേലൂയ പറയാൻ ഇത്ര വിഷമം? ഉറക്കെ പറഞ്ഞാട്ടൊരു ഹല്ലേലൂയ. ഈ ലോകം വിട്ടുപോകുന്നതാണ് ഒരു ദൈവ പൈതലിന്റെ രക്ഷ. ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുന്നുവെങ്കിൽ രക്ഷപ്പെട്ടു എന്ന് ചിന്തിച്ചാൽ മതി. ഇനി ശിക്ഷയില്ല, ഇനി വേദനയില്ല, ഇനി ദുഃഖിക്കുവാൻ ആവശ്യമില്ല, ഇനി കണ്ണുനീരില്ല, ഒരിക്കലും കണ്ണുനീരില്ല, ഇനി രാത്രിയേയില്ല. ഇങ്ങനെയാണ് വചനം നമ്മെ ഓർപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതിന് നമ്മെ ഒരുക്കുന്ന ഒരു ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഇപ്പോൾ നമുക്ക് തിരിക്കാം. ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ അവന്റെ തീരുമാനം എന്തായിരിക്കണം, ആ രക്ഷ നേടുവാൻ എങ്ങനെ ജീവിക്കണം, അതിനെക്കുറിച്ചാണ് ഇന്ന് പകൽക്കാലം അല്പസമയം നാം ചിന്തിക്കാൻ പോകുന്നത്. റോമാലേഖനം 8-ാം അധ്യായം 35-ാമത്തെ വാക്യം വായിക്കാം. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നതാർ കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നതാ. അപ്പോസ്തലനായ പൗലോസിന് തന്റെ ജീവിതത്തിൽ തന്റെ അനുയായികളോട് ചേർന്ന് നിന്ന് പറയാനുള്ള ഒരു ധീരമായ സാക്ഷ്യം. ധൈര്യപൂർവം തന്നോടൊപ്പം നിൽക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് താൻ വിളിച്ചു പറഞ്ഞു, പ്രിയ സഹോദരങ്ങളെ, നമ്മെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിപ്പാൻ ആർക്ക് കഴിയും? ആദ്യ നൂറ്റാണ്ടിലെ ആത്മീക സഭയിൽ മുഴങ്ങിക്കേട്ടതായ വെല്ലുവിളിയുടെ ശബ്ദമാണിത്. ഇന്നത്തെ സഭയിലും മുഴങ്ങിക്കേൾക്കേണ്ടതായ ആത്മീക വീര്യത്തിന്റെ ആത്മപ്രചോദനത്തിന്റെ വെല്ലുവിളിയാണിത്. ദൈവമക്കൾ തങ്ങളുടെ അന്തരാത്മാവിലെ ധൈര്യത്തിൽ നിന്ന് വിളിച്ചു പറയേണ്ട ധൈര്യം നിറഞ്ഞ വാക്കാണ് എന്ത്? എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞാട്ട്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുന്നതാർ. അതെ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആർക്ക് വേർപിരിപ്പാൻ കഴിയും? ഒരു ദൈവ പൈതലിന് ഇങ്ങനെ ഒരു നിശ്ചയമുണ്ടായിരിക്കണം, ഇങ്ങനെ ഒരു ധൈര്യമുണ്ടായിരിക്കണം. എന്റെ ജീവിതം ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിർഭരമായ ജീവിതമാണ്. ആ സ്നേഹനിർഭരമായ, ആ സ്നേഹത്തിൽ മുഴുകിയതായ, ആ സ്നേഹത്താൽ നിർബന്ധിതമായ, ആ സ്നേഹത്തിനു വേണ്ടി സമർപ്പിതമായ, ആ സ്നേഹത്തിനു വേണ്ടി അതേ ബലിയായി അർപ്പിക്കുവാനും തയ്യാറായ ജീവിതമാണ് എന്റെ ജീവിതമെന്ന് എത്ര പേര് സമർപ്പണത്തോടെ പറയും? കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഈ പുനലൂരില് ഈ തുറസായ സ്ഥലത്ത് ഹല്ലേലൂയ പറഞ്ഞിട്ട് ഇങ്ങോട്ടധികം ശക്തമായി വരുന്നില്ല. ഇങ്ങനെ വിശാലമായി തുറന്നു കിടക്കുന്നത് കൊണ്ടായിരിക്കാം എനിക്കും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിലും അതിനൊരു എഫക്റ്റ് ഇല്ല. കാരണം നിങ്ങളുടെയും എന്റെ എല്ലാവരുടെയും ശബ്ദം ഈ അന്തരീക്ഷത്തിൽ ഇങ്ങനെ വിശാലമായി പോകുന്നുണ്ട്, അല്ലാതെ മൈക്കിന്റെ കുറ്റമോ ആളുകളുടെ കുറ്റമോ ഒന്നുമല്ല. എങ്കിലും അല്പം കൂടെ ഒന്ന് ഉത്സാഹിച്ചാൽ, ശക്തമായ ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ പാതാള ഗോപുരങ്ങൾ നടുങ്ങും. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചിന്താ വിഷയത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ ഒന്ന് കേന്ദ്രീകരിക്കാം. ദൈവത്തിന്റെ അപ്പോസ്തലൻ
പ്രതിസന്ധികളുടെയും പ്രതികൂലങ്ങളുടെയും നടുവിലൂടെ ക്രിസ്തുവിന്റെ ആ ദിവ്യമഹത്വം കണ്ടിട്ട് യാത്ര തിരിച്ച് തന്റെ സ്വന്തം ബന്ധങ്ങളോട്, ജഡരക്തങ്ങളോട് ഒന്നും ആലോചിക്കാതെ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ സന്ദർശനം ലഭിച്ചു കഴിഞ്ഞപ്പോൾ താൻ എന്തു ചെയ്യണമെന്ന് പോലും അറിയാതെ ഒരു ശിശുവിനെ പോലെയായി. കർത്താവിനെ മാത്രം നോക്കിക്കൊണ്ട് താൻ യാത്ര തുടങ്ങി. തനിക്ക് സംഭവിച്ച ആ അബദ്ധത്തെക്കുറിച്ചും താൻ ഏറ്റുപറയുന്നുണ്ട്. എനിക്ക് മുൻപേ അപ്പോസ്തലന്മാരായിരുന്നവരുടെ അടുക്കലേക്ക് പോലും ഞാൻ പോയില്ല, അവരോട് പോലും ആലോചിച്ചില്ല. ക്രിസ്തുവിന്റെ സ്നേഹം നിർബന്ധിച്ചപ്പോൾ നേരെ അറബിയിലേക്ക് പുറപ്പെട്ടങ്ങ് പോയി എന്ന് ഗലാത്യക്കാർക്ക് ലേഖനത്തിൽ എഴുതി വെക്കുകയാണ്. അറബി ദേശത്തേക്ക് പോയി 3-3.5 വർഷത്തോളം അവിടമെല്ലാം ചുറ്റി നടന്ന് സുവിശേഷം അറിയിച്ച ഒരൊറ്റ കുഞ്ഞിനെ പോലും കിട്ടിയില്ല, ഒരു സഭയെ സ്ഥാപിക്കാൻ പറ്റിയില്ല. അതിനുശേഷം വീണ്ടും താൻ പുറപ്പെട്ട് അവിടെ നിന്ന് മുന്നോട്ട് വന്നു. അവിടെ നിന്ന് മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് മുന്നോട്ട് വന്ന് വീണ്ടും അപ്പോസ്തലന്മാരുടെ അടുക്കലേക്ക് വന്നു. അപ്പോസ്തലന്മാരുടെ അടുക്കലേക്ക് വന്നിട്ട് തന്റെ ജീവിതത്തെ ഒന്നുകൂടെ ക്രമപ്പെടുത്തിക്കൊണ്ട് അപ്പോസ്തലന്മാരുമായി ചേർന്ന് തന്റെ പ്രവർത്തനം ആരംഭിച്ചു. താൻ നോക്കി, പ്രവർത്തനം വിജയിക്കുന്നുണ്ട്. പ്രവർത്തനത്തിൽ ഇതാ അതിന് ഫലം കാണുന്നു, ആത്മാക്കൾ രക്ഷിക്കപ്പെടുന്നു, അത്ഭുതങ്ങൾ നടക്കുന്നു. തന്റെ പ്രവർത്തനം വീണ്ടും അതിൻ്റെതായ വഴിക്ക് തിരിച്ചു. അപ്പോസ്തല സഭയിലേക്ക് വന്ന് സഭയുടെ തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന ആ പൂർവ്വപിതാക്കളായ അപ്പോസ്തലന്മാരോട് ചേർന്ന് ആലോചന കഴിച്ച് തന്റെ ജീവിതയാത്ര വീണ്ടും തുടർന്നു. എന്നാൽ അവിടെയെല്ലാം തന്നെ നയിച്ചത് ആ ക്രിസ്തുവിന്റെ വലിയ സ്നേഹമായിരുന്നു. ആ സ്നേഹത്താൽ നിറഞ്ഞ് ആത്മീക ജീവിതയാത്ര താൻ തുടരുകയാണ്, മുന്നോട്ട് നീങ്ങുകയാണ്. തന്റെ ജീവിതയാത്രയിൽ ഓരോ അടി വയ്ക്കുമ്പോഴും തന്റെ ഹൃദയം ക്രിസ്തുവിന്റെ സ്നേഹത്താൽ നിറഞ്ഞ് മുന്നോട്ട് നീങ്ങുകയാണ്. തന്റെ ജീവിതത്തിന്റെ ആ പഴയ കാലമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, പാരമ്പര്യങ്ങളെയൊക്കെ ഒന്ന് ശോധനയിൽ നോക്കിയാൽ, അതേ ലോകത്തിൽ പലർക്കും പറയാൻ കഴിയാത്ത അത്ര വലിയ പാരമ്പര്യം, ഇസ്രായേലിന്റെ ആ പൗരത്വം, ഇസ്രായേലിന്റെ എല്ലാവിധമായ അവകാശങ്ങളും, ഇസ്രായേലിനുള്ളതായ ന്യായപ്രമാണങ്ങൾ, മാത്രമല്ല ഇസ്രായേലിൽ തന്നെ അതിന്റെ അത്യുച്ഛകോടിയിലേക്ക് ഉയർന്ന ന്യായപ്രമാണത്തിന്റെ ആഴങ്ങളെ പഠിച്ച ഒരു പരീശന്റെ മകൻ, ന്യായപ്രമാണത്തിലെ നീതി വച്ച് അവനെ ന്യായം വിധിച്ചാൽ ഒരു കുറ്റം പോലും കണ്ടെത്താൻ കഴിയാത്ത അത്ര പെർഫെക്റ്റായിട്ട് ന്യായപ്രമാണം അനുസരിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അവൻ ആ നീതിയെക്കുറിച്ച് സ്ഥാപിച്ചു പറഞ്ഞതൊക്കെ ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ന്യായപ്രമാണത്തിന്റെ നീതിയിൽ ജീവിച്ച് തന്നെ നീതീകരിച്ച് ന്യായപ്രമാണത്തിന് വേണ്ടി ആ എരിവ് കാണിച്ച് ന്യായപ്രമാണത്തിന് ആ അപ്പുറമായ ഒന്നിലേക്ക് അതുവരെ ശ്രദ്ധയില്ലാതെ കടന്നുപോയിക്കൊണ്ടിരുന്നു. എന്നാൽ കർത്താവിന്റെ സന്ദർശനം ഒരു ദിവസമുണ്ടായി. ഇതെല്ലാം നമുക്കറിയാവുന്ന ചരിത്രമായതുകൊണ്ടാണ് ഞാനതിനെ ആഴത്തിലേക്ക് കൊണ്ടുപോകാതെ മുന്നോട്ട് പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. ന്യായപ്രമാണത്തിന്റെ ആ പ്രമാണപ്രകാരം തന്നെ മുന്നോട്ട് ജീവിച്ച് ന്യായപ്രമാണത്തിന്റെ തീഷ്ണത നിമിത്തം, അതെ, ന്യായപ്രമാണത്തിനപ്പുറത്തുള്ളത് കാണുവാൻ കഴിയാതെ ന്യായപ്രമാണത്തിനപ്പുറത്തേക്ക് ആ സ്വർഗീയമായ ദർശനത്തിലേക്ക്, ക്രിസ്തുവിന്റെ ബന്ധത്തിലേക്ക് കടന്നുപോയവരെ കൊല്ലുവാൻ പോലും മടിക്കാതെ ക്രൂരമായ പ്രവൃത്തി ചെയ്തുകൊണ്ട് പാരമ്പര്യത്തിനു വേണ്ടി, ന്യായപ്രമാണത്തിനു വേണ്ടി തീഷ്ണത കാണിച്ചുകൊണ്ട് ജീവിച്ച ഒരുവനായിരുന്നു ഈ ശൗൽ. പൗലോസായത് പിന്നെയാ. ശൗൽ പിന്നെ പൗലോസായി, സോളായി. കത്തോലിക്ക ബൈബിളിൽ തമിഴിൽ വായിച്ചാൽ അതിലെഴുതിയിരിക്കുന്നത് പൗലോസൊന്നും ശൗലെന്നൊന്നുമില്ല, ചിന്നപ്പർ. പോൾ എന്ന വാക്കിന്റെ അർത്ഥം ചെറിയവൻ. ചിന്നപ്പരെന്നാ തമിഴ് വാർത്ത തന്നെ. അങ്ങനെ മലയാള നാട്ടിലൊക്കെ ചിലർക്ക് ചിന്നപ്പൻ എന്നൊക്കെ പേര് വന്നത്.
സെയിന്റ് പോളിന്റെ ആ കത്തോലിക്ക വിവർത്തനത്തിലെ വാക്കാണ് ചിന്നപ്പൻ. ഒരു ചിന്നപ്പനായി. വലിയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അപ്പനും അമ്മയും വിചാരിച്ചു ഞങ്ങളുടെ മകന് അത്ര വലിയ വലിപ്പമൊന്നുമില്ലെങ്കിലും പേര് വലിപ്പമുള്ളതായിരിക്കട്ടെ. പഴയ ഇസ്രായേൽ ഗോത്രങ്ങളിലെ ഏറ്റവും പൊക്കമുള്ള മനുഷ്യനായിരുന്നു ശൗല്. അതുകൊണ്ട് ആ പേരെടുത്തിട്ട് ഇന്നും മക്കൾക്കൊക്കെ പേരിടുമ്പോൾ വലിയ ആളുകളുടെ പേരിടാൻ നമ്മൾ പലപ്പോഴും ശ്രമിക്കാറില്ലേ? വലിയ ആളുകളായില്ലെങ്കിലും എന്നാ പല പല പേരുകൾ, വലിയ വലിയ ആളുകളുടെ പേരുകൾ ഒക്കെ പേരിടും. ഞാൻ മൂന്നാറിൽ ചെന്നപ്പോൾ, പണ്ട് ഇപ്പോഴല്ല കേട്ടോ, ഒരു സഭയിൽ ചെന്നപ്പോൾ ആ സഭയിലെ ഒരു കുട്ടിയെ പ്രതിഷ്ഠിക്കണം. ഞാൻ ചെന്ന് നിൽക്കുക, കുട്ടിയെ കയ്യിലെടുത്തു. എന്താ പേര്? വെസ്ലി പീറ്റർ. മാട്ടുപ്പെട്ടി എന്ന് പറയുന്ന സഭയിൽ ഞാൻ ചെന്നതാ. അപ്പോൾ കുട്ടിക്ക് എന്താ പേരിടേണ്ടിയത്? വെസ്ലി പീറ്റർ. ഞാനാ പ്രതിഷ്ഠിച്ചേ. അപ്പോൾ എന്താണ് അവരുടെ ആഗ്രഹം? സഭയിൽ അറിയപ്പെട്ട ഒരു ദൈവത്തിന്റെ വിശുദ്ധനാണ്, അദ്ദേഹത്തിന്റെ പേരിരിക്കട്ടെ, എന്റെ മക്കൾ അതുപോലെയാകട്ടെ. ചുറ്റുപാറ എന്ന് പറഞ്ഞ ഞങ്ങൾക്കൊരു സഭയുണ്ട്. അവിടെ ചെന്നപ്പോ ഡോൺ. എന്താ ഡോൺ? ഇതിന്റെ എല്ലാം പിൻപിൽ എന്താ പ്രവർത്തിക്കുന്നതെന്നാ ഞാൻ ചോദിക്കുന്നത്. എന്താ? ഈ മാതാപിതാക്കളുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ അവർക്കൊരു നല്ല പ്രതീക്ഷയുണ്ട്. എന്റെ സന്താനം, എന്റെ സന്താനങ്ങൾ അവര് ഈ ശ്രേഷ്ഠരായ മനുഷ്യരെ പോലെ ആകണം, അവര് നല്ല വഴിയിലൂടെ വളർന്നു വരണം. ഇതുപോലെ ആ ശൗലിന്റെ മാതാപിതാക്കൾക്ക് ഒരാഗ്രഹം, ഇസ്രായേൽ ഗോത്രങ്ങളിൽ, ഇസ്രായേലിന്റെ നടുവിൽ അവനെപ്പോലെ പൊക്കമുള്ള ഒരു മനുഷ്യനെയും കാണാഞ്ഞ്, അത് ഏറ്റവും പൊക്കമുള്ളയാൾ, ആൾക്കൂട്ടത്തിൽ നിന്നാൽ എല്ലാവരെക്കാളും തോൾ മുതൽ പൊക്കമുള്ളവൻ എന്നാണ് ശൗലിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. വേണമെങ്കിലൊന്ന് വായിച്ചു കേൾപ്പിക്കും. ബൈബിളിൽ എവിടാന്നറിയാമോ? 1 ശമൂവേൽ 10-ാം അധ്യായം 23-ാം വാക്യം. 1 ശമൂവേൽ 10-ാം അധ്യായം 23-ാം വാക്യം. ജനമധ്യേ നിന്നപ്പോൾ അവൻ ജനത്തിൽ എല്ലാവരെക്കാളും തോൾ മുതൽ പൊക്കമേറിയവനായിരുന്നു. ജനമധ്യത്തിൽ നിന്നപ്പോൾ, വലിയ ജനക്കൂട്ടത്തിന്റെ നടുവിൽ നിന്നപ്പോൾ, ജനമധ്യത്തില് തോൾ മുതൽ എല്ലാവരെക്കാളും പൊക്കമേറിയ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവന്റെ പേരായിരുന്നു ശൗൽ. അതുകൊണ്ട് ഈ മനുഷ്യന്റെ മാതാപിതാക്കളും തീരുമാനിച്ചു, ഈ ലോകത്തിലെ ഒരു പൊക്കമാ ഞങ്ങൾക്ക് വേണ്ടിയത്. ഒരുപാട് പൊങ്ങച്ചമുള്ള ആളുകൾ ഇതിനിടയ്ക്ക് ഇരിപ്പുണ്ട്. സ്തോത്രം. ഒന്നുമില്ലെങ്കിലും പൊക്കിപ്പറയുന്നതിന് ഒരു കുറവുമില്ല. എത്രയും പൊക്കാമോ അത്രയും പൊക്കും. പക്ഷേ എല്ലാം പൂർവ്വസ്ഥിതിയിലേക്ക് വരുമ്പോ ഒന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ വെറും പേരുകൊണ്ട് മാത്രം പൊക്കമുണ്ടായാൽ പോരാ കേട്ടോ. ഈ ശൗലിന് ക്രിസ്തുവിന്റെ മുൻപിൽ പൊക്കമൊട്ടുമില്ലായിരുന്നു. മനുഷ്യന്റെ മുൻപിൽ വലിയ പൊക്കമുള്ള ആളായിരുന്നെങ്കിലും, ലോകത്തിൽ ആ വലിയവനായി എണ്ണപ്പെട്ടെങ്കിലും, ക്രിസ്തുവിന്റെ മുൻപിലേക്ക് വരുമ്പോൾ ഏറ്റവും ചെറിയവനായിട്ട്, ഒന്നുമില്ലാത്തവനായിട്ട് കാണപ്പെട്ടിരുന്നു എന്നുള്ളത്. അതേ, ക്രിസ്തു അവനെ പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് അവന് മനസ്സിലായത്. ക്രിസ്തുവിന്റെ സന്ദർശനം ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പറയുകയാണ്, ഞാൻ ഒടുക്കത്തവനാണ്, ഏറ്റവും ചെറിയവനാണ്. അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനായ എനിക്ക് ഈ കൃപ ലഭിച്ചു. ഹല്ലേലൂയ. ഏറ്റവും ചെറിയവനെന്ന് കാണാൻ കഴിയണമെങ്കിൽ, ഒരു വ്യക്തിക്ക് തന്നെ ഏറ്റവും ചെറിയവനാക്കുവാൻ കഴിയണമെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള ദർശനം വരണം. ലോകപ്രകാരം ജീവിക്കുന്ന ഒരുവൻ എപ്പോഴും തന്നെ ഉയർത്തുവാനും തന്നെ ഉയർത്തി കാണിക്കുവാനുമാണ് ശ്രമിക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ട സഹോദര, സുവിശേഷ വേലക്കാരനായാലും വേലക്കാരിയായാലും വിശ്വാസിയായാലും, ഇന്ന് സഭക്കാരുടെ യോഗമാണല്ലോ, പൊതുയോഗം രാത്രിയില്ല. സ്തോത്രം. അതുകൊണ്ട് സഭക്കാർക്കുള്ള കാര്യമാണ് പ്രധാനമായിട്ട് പറയുന്നത്. വിശ്വാസികളെ, ദൈവജനമേ, കർത്താവിന്റെ ശുശ്രൂഷക്കാരെ, നാം ഒന്ന് ചിന്തിക്കണം. നാം നമ്മെ തന്നെ ഇല്ലാത്തതൊക്കെ പറഞ്ഞ് പ്രശംസിച്ച് ഉയർത്തിക്കൊണ്ട് ജീവിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതം നഷ്ടമാണ്. അതെ, ഒടുവിൽ അവൻ നിലവിളിച്ചു. ഈ ശൗല് അവസാനമായിട്ട് നിലവിളിച്ചു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. നിലവിളിക്കുകയാണ്. ദൈവം മുൻപിലേക്ക് വന്നു നിന്നുകൊണ്ട് നിലവിളിച്ചു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഞാൻ അരിഷ്ട മനുഷ്യൻ. ഈ മരണശരീരത്തിൽ നിന്ന്, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും?
വിടുവിക്കാൻ ആരുണ്ട്? ന്യായപ്രമാണത്തിന്റെയും പാരമ്പര്യത്തിന്റെയും അവസാനത്തെ വാക്കിതാ കേട്ടോ. ഈ പാരമ്പര്യമൊക്കെ ഉണ്ട്, അതിന്റെ അവസാനത്തെ ഏറ്റുപറച്ചിൽ ഇവിടെ വന്ന് നിൽക്കും. അയ്യോ, ഞാൻ നഷ്ടപ്പെട്ടു എന്നാണ് അവസാനം പറയാൻ പോകുന്നത്. എന്നാൽ ന്യായപ്രമാണത്തിന്റെ ബന്ധനത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു കഴിഞ്ഞാൽ, ആ സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറയാം, അതേ, ഈ ന്യായപ്രമാണത്തിന്റെ ബന്ധനത്തിൽ നിന്ന് ക്രിസ്തു എന്നെ സ്വതന്ത്രനാക്കി. ഇന്നത് പറയാനുള്ള ധൈര്യം ഇവിടെ ഇരിക്കുന്ന അനേക പേർക്കുണ്ട്. അങ്ങനെയുള്ളവർ വീണ്ടും കൈകളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്ക്. ഹല്ലേലൂയ. അതെ, ന്യായപ്രമാണത്തിന്റെ ആ ബന്ധനത്തിൽ നിന്ന്, അടിമത്വത്തിൽ നിന്ന് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആ ശൗല് ആ സ്വാതന്ത്ര്യം അനുഭവിച്ചു കഴിഞ്ഞ്, അതേ, അരിഷ്ടമനുഷ്യനാണെന്ന് പറഞ്ഞവൻ, അതേ, തന്റെ ജീവിതത്തിൽ ക്രിസ്തുവിനെ കാണുകയാണ്. ദമസ്കോസിന്റെ പടിവാതിൽക്കലേക്ക് അടുത്തടുത്തടുത്ത് ചെല്ലുമ്പോൾ അവൻ അവിചാരിതമായ ഒരു അവസരത്തിലെത്തി. അവിചാരിതമായ ഒരു പ്രവൃത്തി നടക്കുകയാണ്. യാദൃച്ഛികമായ ഒരു സംഭവം. പെട്ടെന്ന് സൂര്യന്റെ പ്രകാശത്തെ വെല്ലുന്ന ഒരു വലിയ പ്രകാശം അവന്റെ ചുറ്റും അതേ മിന്നിയടിക്കുകയാണ്. ആ വെളിച്ചം അവന്റെ ചുറ്റും വീശിക്കഴിഞ്ഞപ്പോൾ, ആ പ്രകാശത്തിനുള്ളിലായി കഴിഞ്ഞപ്പോൾ, അവന്റെ ചുറ്റും ആ പ്രകാശം വന്നപ്പോൾ അവന്റെ ജഡീക കണ്ണുകൾ അടഞ്ഞുപോയി. ആ പ്രകാശത്തിന്റെ മുൻപിൽ നിൽക്കുവാൻ അവന് സാധിച്ചില്ല. അവന്റെ കണ്ണുകൾ കൊണ്ട് ആ പ്രകാശം കാണുവാൻ കഴിയാത്ത അത്ര വലിയ പ്രകാശം. മാത്രമല്ല, ഇതുവരെ അവൻ നടന്നത് അതേ ക്രിസ്തുവിന്റെ നാമം നിമിത്തം സാക്ഷ്യം വഹിച്ചുകൊണ്ട് പോകുന്നവരെ പിടിക്കുവാനും പീഡിപ്പിക്കുവാനും കൊല്ലുവാനുമാണ് നടന്നത്. എന്നാൽ ഇപ്പോൾ ഇതാ അവനെ പിടിക്കുവാൻ ക്രിസ്തുവിന്റെ തേജസ് അവിടേക്ക് ഇറങ്ങി വന്നു. നാമും കൂടെ ഒരു കാലത്ത് ആ യഥാർത്ഥമായ ഈ പെന്തക്കോസ്ത് ആരാധനയെ വിരോധിച്ചിരുന്ന വ്യക്തികളായിരിക്കാം. പാരമ്പര്യത്തിന് വേണ്ടി തീഷ്ണത കാണിച്ചവരായിരിക്കാം. ആത്മീയതയുടെ ആഴമറിയാതെ അന്ധമായി വിശ്വസിച്ച് പലതിനും അടിമകളായി ജീവിച്ചു. എന്നാൽ ഇപ്പോഴും ഇടയ്ക്കിടെ പറയുന്നത്, ഞാൻ അരിഷ്ട മനുഷ്യനെന്നല്ലേ? എന്തുകൊണ്ട്? ക്രിസ്തുവിന്റെ ആ തേജസ്സിന്റെ ദർശനം ഇതുവരെക്ക് നിനക്ക് ലഭിച്ചിട്ടില്ല. ഇതുവരെയും ആ തേജസ് നീ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇന്നും നീ അരിഷ്ട മനുഷ്യനായി തുടരുന്നത്. എന്നാൽ ആ തേജസ് ഈ ശൗലിന്റെ ചുറ്റും അതേ ചുറ്റിമിന്നിക്കഴിഞ്ഞപ്പോൾ ആ തേജസ് അവനോട് അതേ സംസാരിക്കാൻ ആരംഭിക്കുകയാണ്. ആ തേജസ്സിൽ നിന്ന് ഒരു ശബ്ദം മുഴങ്ങിക്കേട്ടു, ആ ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ത്? വീണ്ടും ഒരു വാക്ക് ചോദിച്ചു. മലയാള ബൈബിളിലില്ല. മുള്ളിനോട് ഉതയ്ക്കുന്നത് നിനക്ക് വിഷമമാണ്. മലയാള ബൈബിളിൽ ഒരിടത്ത് മാത്രം എഴുതിയിട്ടുണ്ട്. എന്നാൽ ഒരിടത്ത് ആ പ്രാരംഭ ഭാഗത്ത് അത് കാണാൻ സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, മുള്ളിനോട് ഉതയ്ക്കുന്നത് പോലെ, അതേ, ഒരു മുള്ളിനോട് എതിർത്ത് നിൽക്കുന്നത് പോലെയാണ് ഇന്ന് നിന്റെ ജീവിതം. ഉടനെ ശൗൽ ചോദിച്ചു, നീ ആരാകുന്നു കർത്താവേ? എനിക്കതൊന്ന് ഗ്രഹിപ്പിച്ചു തരണമേ. ക്രിസ്തുവിനെ കുറിച്ച് ഏറ്റു പറഞ്ഞു. ദൈവം നമ്പുരാൻ മനുഷ്യന്റെ മുൻപിൽ വന്ന് അവനെ ഗ്രഹിപ്പിക്കുകയാണ്. നീ ഉപദ്രവിക്കുന്നവനായ നസ്രായനായ യേശുവാണ് ഞാനാണ് നിന്നെ സന്ദർശിച്ചിരിക്കുന്നത്. ആ ക്രിസ്തുവിന്റെ ആ സന്ദർശനത്തിന്റെ ദിവ്യപ്രഭാവം, ആ ദിവ്യപ്രകാശം അവൻ കണ്ടു. ദൈവത്തിന്റെ ശബ്ദം നേരടിയായി കേട്ടു. നേരെ ദൈവശബ്ദം കേട്ടുകഴിഞ്ഞപ്പോൾ അവന്റെ ഉള്ളം ഉരുകി, അവന്റെ കണ്ണടഞ്ഞു. അവൻ ഒന്നും ചെയ്യാൻ കഴിയാതെയായി. അവന്റെ ബുദ്ധി അബലമായി. അതേ, ദൈവത്താൽ സന്ദർശിക്കപ്പെട്ട ഒരു മനുഷ്യന്റെ അവസ്ഥയാണ് അവിടെ കാണുന്നത്. ഇതുപോലെ ലോകപ്രകാരമായ കഴിവുകൾ കൊണ്ട് കർത്താവിനെ തേടി ഭക്തി എന്ന് പറഞ്ഞ് നടന്ന സ്ഥാനത്ത് എന്റെ കർത്താവ് എന്റെ ബുദ്ധിയെ അബലമാക്കി എന്നെ മറ്റൊന്നാക്കി രൂപാന്തരപ്പെടുത്തി ഇന്ന് ക്രിസ്തുവിന്റെ സാക്ഷിയാക്കി മാറ്റിയിരിക്കുന്നു എന്ന് അതേ ധൈര്യമായി പറയുവാൻ ധൈര്യമുള്ളവര് വീണ്ടും കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഹല്ലേലൂയ. നമ്മുടെ എല്ലാവരുടെയും അനുഭവം അതാ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റുപറയാനുള്ളത് അതാണ്. കർത്താവ് എന്റെ ജീവിതത്തെ പിടിച്ചു. അന്നു മുതൽ ആ ശൗലിന് കർത്താവിനോട് വലിയ സ്നേഹമായി. പേരെപ്പോഴാ മാറിയത്, എങ്ങനെയാ മാറിയതെന്ന് നമുക്കതിന്റെ ചരിത്രമൊന്നും അറിയില്ല. പോൾ ആയത് എപ്പോഴാണെന്ന് ശൗലേ, ശൗലേ എന്നാണ് അപ്പോഴും വിളിച്ചത്. എന്നാൽ ആ ശൗൽ താനേ ഏറ്റുപറഞ്ഞ് മുന്നോട്ട് വന്ന് താൻ പറഞ്ഞു, ഇനി വലിയവന്റെ പേരെനിക്ക് വേണ്ട, ഇനി ചെറിയവനായിട്ട് മതി, ഇനി എല്ലാവരിലും ചെറിയവനായി ജീവിക്കുവാൻ സമർപ്പിച്ചു. എന്നിട്ട് ആ ദമസ്കോസിലെ പള്ളിയിലേക്ക് ആദ്യം കയറി ചെന്നു. ദമസ്കോസിലെ പള്ളിയിൽ ചിലരാണെങ്കിൽ സ്നാനപ്പെടാൻ ഇവിടുന്ന് അങ്ങ് കൊട്ടാരക്കരയ്ക്ക് പോകും.
മാനസാന്തരപ്പെട്ടതൊക്കെ ശരിയാ. അല്ല, മദ്രാസ് കൺവെൻഷൻ സ്നാനപ്പെട്ടേക്കാം. കാരണം ഇവിടുത്തുകാരും അറിയരുത്. ഇവിടെ ആരും അറിയാതെ എവിടെയെങ്കിലും പോയി അതേ മാമോദീസ ഏറ്റോണ്ട് പോരുകയാണ്. പ്രയോജനമില്ല. എന്നാൽ ഈ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയുമായി നടന്ന ശൗല് നേരെ ദമസ്കോസിലേക്ക് ചെന്നു. അവിടെയുള്ള യഹൂദന്മാരെയെല്ലാം വിളിച്ചുകൂട്ടി അവരോട് സംസാരിക്കാൻ തുടങ്ങി. അവര് അവിടെ വെച്ച് അവന്റെ മുൻപിൽ നിരന്നിരുന്നു. അവൻ സംസാരിച്ചു. അവൻ പറഞ്ഞു, ഈ ക്രിസ്തു തന്നെയാണ്, ഈ യേശു തന്നെയാണ് ക്രിസ്തു. ഇതല്ലാതെ വേറൊരു ക്രിസ്തു വരുമെന്ന് നിങ്ങൾ കാത്തിരിക്കേണ്ട. 9-ാം അധ്യായത്തിൽ അപ്പോസ്തല പ്രവൃത്തികൾ 9-ാമത്തെ അധ്യായത്തിൽ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ആ ദമസ്കോസിൽ പാർക്കുന്ന യഹൂദന്മാരോട് യേശു തന്നെയാണ് ക്രിസ്തു എന്ന് സംഭാഷിച്ച് അവരെ മിണ്ടാതാക്കി. വായിക്ക് 19-ാം വാക്യം. അവൻ ദമസ്കോസിലുള്ള ശിഷ്യന്മാരോടുകൂടെ കുറെ നാൾ പാർത്തു. യേശു തന്നെ ദൈവപുത്രൻ എന്ന് പള്ളികളിൽ പ്രസംഗിച്ചു. പള്ളികളിൽ ചെന്ന് പ്രസംഗിച്ചു. യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച്, യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് ദമസ്കോസിൽ പാർക്കുന്ന യഹൂദന്മാരെ മിണ്ടാതാക്കി. യഹൂദന്മാർക്കൊരു വാക്ക് മിണ്ടാൻ പറ്റിയില്ല. ദൈവമക്കളെ, വിശ്വാസികളെ, നിങ്ങളുടെ ചുറ്റുപാടുകളിൽ നിങ്ങൾ സാക്ഷ്യം വഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ ദേശത്ത് നിങ്ങൾ യേശുവിന്റെ സാക്ഷികളായി ജീവിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ നിന്റെ വിശ്വാസ ജീവിതം കൊണ്ട് അർത്ഥമില്ല. എവിടെ ദൈവം പിടിച്ചോ അവിടെ തന്നെ ആ ശൗല് സാക്ഷ്യം പറയാൻ തുടങ്ങി. പൗലോസ് സാക്ഷ്യം ആരംഭിച്ചു. പൗലോസ് എന്ന പേരിൽ ചെറിയവനായി മാറിക്കൊണ്ട് സാക്ഷ്യം ആരംഭിച്ചു. ആ ദമസ്കോസിൽ വെച്ചാണ് ദൈവം പിടിച്ചതെങ്കിൽ ആ ദമസ്കോസിൽ തന്നെ സാക്ഷ്യം പറയാൻ ആരംഭിച്ചു. അവിടെ എല്ലാവരെയും വിളിച്ചുകൂട്ടി പള്ളികളിൽ ചെന്നിട്ട് ധൈര്യമായിട്ട് ഈ യേശുവാണ് ക്രിസ്തു എന്ന് തെളിയിച്ചുകൊണ്ട് അവൻ എന്ത് ചെയ്തു? യഹൂദന്മാരെ മിണ്ടാതെയാക്കി. അത് പാരമ്പര്യവാദികളുടെ മുൻപിൽ നിന്നുകൊണ്ട് ആ യേശുവിനെ കുറിച്ച് പറയുവാൻ, ആ യേശുവിന്റെ സ്നേഹം അവന്റെ ജീവിതത്തിൽ നിറയാൻ ആരംഭിച്ചു. യേശുവിന്റെ സ്നേഹം അവന്റെ ഹൃദയത്തിൽ നിറഞ്ഞു വരാൻ തുടങ്ങി. അതേ, ഒരു യഥാർത്ഥ വിശ്വാസി, ഒരു യഥാർത്ഥ ദൈവപൈതൽ എപ്പോഴും ആ ക്രിസ്തുവിന്റെ സ്നേഹത്താൽ നിറയണം. ഒരു വിശ്വാസിയാണെന്ന് പ്രകടമായി കാണിക്കുവാൻ ഒരു വേഷവിധാനത്തിൽ സഭാമുൻപിൽ വന്ന് അഭിനയിച്ചു കാണിക്കുന്നത് പ്രയോജനമില്ല. കർത്താവിന്റെ ശുശ്രൂഷകരായാലും ക്രിസ്തുവിന്റെ സ്നേഹത്താൽ നിറഞ്ഞ് ക്രിസ്തുവിനെ അനുഗമിക്കണം. ക്രിസ്തുവിന്റെ സ്നേഹത്താൽ നിറഞ്ഞ് ക്രിസ്തുവിനെ സേവിക്കണം. അതിനു വേണ്ടിയിട്ട് ആ യഹൂദന്മാര് എതിർത്തുകൊണ്ട് നിന്നിട്ടും പ്രതികൂലങ്ങൾ വന്നിട്ടും ഈ പൗലോസിന് യാതൊരു ഭയവുമില്ല. അവന്റെ ഹൃദയം ധൈര്യമായി യേശുവിന്റെ സ്നേഹം ഉള്ളിൽ വന്നു കഴിഞ്ഞപ്പോൾ അവൻ ധൈര്യമായിട്ട് അവിടെ മുൻപിലേക്ക് നിന്ന് പറഞ്ഞു, അതെ, ഈ നസ്രായനായ യേശു തന്നെയാണ് വരുവാനുള്ള ക്രിസ്തു. അവനാണ് നമ്മുടെ മെശിഹ. അവനല്ലാതെ വേറൊരുവൻ വരുവാനില്ല. മനസ്സിലായോ? മശിഹായിക്ക് വേണ്ടിയാണ് യഹൂദന്മാര് കാത്തുകാത്തിരുന്നത്. അനേക തലമുറകളായി മെശിഹ വരുമെന്ന് കേട്ടിരിക്കുന്നു. അങ്ങനെ ഏറ്റുപറഞ്ഞ ഒരു വ്യക്തിയുണ്ട്. അറിയാമോ നിങ്ങൾക്ക്? ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരെല്ലാവരും മെശിഹ വരാൻ കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞൊരു വ്യക്തിയെക്കുറിച്ച് അറിയാമോ? വിശ്വാസികൾക്കൊരു ചാൻസ് തരികയാണ്. ആരാണത്? ആ സ്ത്രീ ആര്? മെശിഹായെക്കുറിച്ച് യേശുവിനോട് സാക്ഷ്യം പറഞ്ഞ സ്ത്രീയുടെ പേരൊന്ന് ഉറക്കെ പറഞ്ഞാട്ട്. പേരില്ല ബൈബിളിൽ, അതുകൊണ്ടാ പേടിച്ചിരിക്കുന്നത് എല്ലാവരും. പേരെഴുതിയിട്ടില്ല. ശമര്യക്കാരത്തിയും യേശുവുമായിട്ട് സംഭാഷണം നടത്തുമ്പോൾ അതേ മെശിഹ വരുമെന്ന് ഞങ്ങൾ കാത്തിരിക്കുകയാണെന്ന് അവൾ ഏറ്റുപറഞ്ഞു. യഹൂദന്മാരുടെ ഇടയിലുള്ള വിശ്വാസം, ശമര്യക്കാരും അത് വിശ്വസിച്ചിരുന്നു. അങ്ങനെ എല്ലാവരും വിശ്വസിച്ച് കാത്തിരിക്കുകയാണ്. മെശിഹ വരും. മെശിഹ എന്ന് വെച്ചാൽ ക്രിസ്തു വരുമെന്ന് കാത്തിരിക്കുകയാണ്. ക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥം അഭിഷിക്തനായ പിതാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട ഒരുവൻ ലോകത്തിലേക്ക് വരുമെന്ന് എല്ലാവരും കാത്തിരുന്നതാണ്. മെശിഹായുടെ വരവിനെ കാത്തിരിക്കുന്ന ആ മനുഷ്യരെല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ അതെ, അനേക യഹൂദന്മാർ പാരമ്പര്യമുണ്ട്, ന്യായപ്രമാണമുണ്ട്, വിശ്വാസമുണ്ട്, അത് ക്രിസ്തു തന്നെയാണ് എന്ന് അവർ വിശ്വസിച്ചിരുന്നു. പക്ഷേ ക്രിസ്തു ലോകത്തിലേക്ക് വന്നു. ആ മെശിഹ മനുഷ്യവേഷമെടുത്ത് ലോകത്തിലേക്ക് വന്നു. അവരുടെ ഇടയിൽ സഞ്ചരിച്ചു. എന്നാൽ അവരോ അവനെ അറിഞ്ഞില്ല.
അവരോ അവനെ അറിഞ്ഞില്ല. എന്നാൽ ക്രിസ്തു പലരെയും അതിനുവേണ്ടി തിരഞ്ഞെടുത്ത് പലർക്കും അതിനു വേണ്ടതായ വ്യക്തമായ ദർശനം കൊടുത്ത് ആ ദർശനപ്രകാരം അനേകരുടെ മനസ്സ് തുറന്ന് അവരെ കൊണ്ട് ഏറ്റുപറയിക്കുകയാണ്. ഈ ശമര്യക്കാരത്തി ആ ഏറ്റുപറച്ചിൽ പറഞ്ഞു. സമയം കഴിഞ്ഞപ്പോൾ അവൻ ശമര്യ പട്ടണത്തിലേക്ക് കൂടവും അവിടെ വെച്ചിട്ട് വെള്ളം കോരാൻ വന്നവളാ പാത്രം വെച്ചിട്ട് ശമര്യ പട്ടണത്തിലേക്ക് ഓടിച്ചെന്നു. ഇതാ ഒരുപക്ഷെ ഇവനായിരിക്കാം മെശിഹ എന്ന് ആദ്യം സാക്ഷ്യം പറഞ്ഞ് ശമര്യക്കാരെത്തിയ. ഒന്ന് വായിച്ചു നോക്കിക്കേ, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 28-ാം വാക്യം. അനന്തരം സ്ത്രീ പാത്രം എല്ലാം മറന്നു, അതെല്ലാം വെച്ചിട്ട് പട്ടണത്തിൽ ആ ശമര്യയിലേക്ക് ചെന്നു ജനങ്ങളോട്, ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്നു കാൺമീൻ, അവൻ പക്ഷേ ക്രിസ്തുവായിരിക്കുമോ എന്ന് പറഞ്ഞു. ക്രിസ്തുവായിരിക്കാം. ക്രിസ്തുവിനെ കുറിച്ച് ആ ശമര്യക്കാരത്തിക്ക് പിടികിട്ടി. അവള് ഭയങ്കര മോശക്കാരിയാണ്. അതുകൊണ്ടാണ് ഈ നട്ടുച്ച നേരത്ത് വെള്ളം കോരാൻ പോയത്. യഹൂദന്മാര് ശമര്യക്കാരൊന്നും ഉച്ചയ്ക്ക് വെള്ളം കോരാൻ പോകുന്നവരല്ല. അത് വേറെ ആഗ്രഹം, തെറ്റായ ചിന്തയുമായിട്ട് ഇങ്ങനെ ഈ സ്ത്രീ കുടമെടുത്തുകൊണ്ട് ഉച്ചയ്ക്ക് പോയതാണെന്നൊക്കെ വ്യാഖ്യാനിക്കുന്ന പ്രസംഗം ചിലപ്പോൾ നിങ്ങൾ കേട്ട് കാണും, ഇല്ലെങ്കിൽ കേട്ടു. ദൈവത്തിന് സ്തോത്രം. അവളുടെ പോക്ക് അത്ര ശരിയല്ലായിരുന്നു, അവൾ അത്ര ആളും ശരിയല്ലായിരുന്നു എന്നൊക്കെയാണ് നമ്മളെല്ലാം വ്യാഖ്യാനിക്കുന്നത്. എന്നാൽ ആ സ്ത്രീയെ കൊണ്ട് അതേ വേശ്യമാരുടെയും ശിശുക്കളുടെയും മോശക്കാരുടെയും വായിൽ നിന്ന് യഹോവയുടെ സ്തുതിയെ വരുത്തുവാൻ അതേ ദൈവത്തിന് പ്രസാദം തോന്നി. അവരെ രൂപാന്തരപ്പെടുത്തിയിട്ട് അവരെ കൊണ്ട് ക്രിസ്തുവിനെ അതേ സാക്ഷീകരിക്കുവാൻ തക്കവണ്ണം അത്ര വലിയ പ്രവൃത്തിയാണ് കർത്താവ് ഈ ഭൂമിയിൽ വന്ന് ചെയ്തത്. യേശു ഒരിക്കൽ പറഞ്ഞല്ലോ, ഞാൻ നീതിമാന്മാരെയല്ല പാപികളെയാണ് തേടി വന്നിരിക്കുന്നത്, പാപികളെ രൂപാന്തരപ്പെടുത്തി വിശുദ്ധരാക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് അവൻ വിളിച്ചു പറഞ്ഞില്ലേ? ഇന്നിവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ പാപത്തിലായിരുന്നില്ലേ, ചേറ്റിലായിരുന്നില്ലേ, നാറ്റം പിടിച്ചവരായിരുന്നില്ലേ? അതുകൊണ്ടാ ഇടയ്ക്കൊക്കെ ഞാൻ പാടാറുണ്ട്, നമ്മുടെ അവസ്ഥയാകട്ടോ, നമ്മളൊക്കെ ആയിരുന്ന അവസ്ഥ. ചേറ്റിലല്ലയോ കിടന്നതോർത്തു നോക്കിയാൽ, ചേർന്ന് പാടാം, കൈയടിച്ചു പാടാം. ചേറ്റിലല്ലയോ കിടന്നതോർത്തു നോക്കിയാൽ, നാറ്റമല്ലയോ വമിച്ചതിൻ ജീവിതേ, മാറ്റിയല്ലോ എൻ ജീവിതത്തെ, മാറ്റമില്ലാത്ത നിന്റെ കൃപയാൽ, മാറ്റിയല്ലോ എൻ ജീവിതത്തെ, മാറ്റമില്ലാത്ത നിന്റെ കൃപയാൽ. ചേറ്റിലല്ലയോ കിടന്നതോർത്തു നോക്കിയാൽ, നാറ്റമല്ലയോ വമിച്ചതിൻ ജീവിതേ, ആമേൻ. ചേറ്റിലല്ലയോ കിടന്നതോർത്തു നോക്കിയാൽ, ആമേൻ. നാറ്റമല്ലയോ വമിച്ചതിൻ ജീവിതേ, മാറ്റിയല്ലോ എൻ ജീവിതത്തെ, മാറ്റമില്ലാത്ത നിന്റെ കൃപയാൽ, മാറ്റിയല്ലോ എൻ ജീവിതത്തെ, മാറ്റമില്ലാത്ത നിന്റെ കൃപയാൽ. ചേറ്റിൽ നാറ്റം പിടിച്ചു കിടന്ന നമ്മെ കർത്താവ് തന്റെ കൃപയാൽ ആ നാറ്റമെല്ലാം മാറ്റി പുതിയ സൃഷ്ടിയാക്കി തീർത്തു. ആ ശമര്യക്കാരത്തിയെ മാറ്റിയെടുത്ത ദൈവം, അതെ, ആ ശൗലിനെ മാറ്റിയ ദൈവം ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യത്തിലുണ്ട്. അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. ആ ക്രിസ്തു ശൗലിനെ മാറ്റി പൗലോസാക്കി കഴിഞ്ഞപ്പോൾ അവന്റെ ഉള്ളിൽ ആ സ്നേഹം നിർബന്ധിക്കാൻ ആരംഭിച്ചു. ആ സ്നേഹത്താൽ നിറഞ്ഞു തന്റെ പ്രവൃത്തി ആരംഭിച്ചു. അങ്ങനെ മുന്നോട്ട് പോകുകയാണ്. അങ്ങനെ മുന്നോട്ട് കടന്നു വരുന്ന ആ ശൗലിന്റെ വാമൊഴിയാണ്, അവന്റെ ഏറ്റുപറച്ചിലാണ്. അവൻ വിളിച്ചു പറഞ്ഞു, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന്. ഇതുവരെ ന്യായപ്രമാണത്തിന്റെ സ്നേഹമായിരുന്നു, മതത്തിന്റെയും പാരമ്പര്യത്തിന്റെ സ്നേഹമായിരുന്നു, പൗരോഹിത്യത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളിലുള്ള സ്നേഹമായിരുന്നു. എന്നാൽ അതെല്ലാം വിട്ടിട്ട് ഇന്നിതാ കർത്താവിന്റെ യഥാർത്ഥ സന്ദർശനം പ്രാപിച്ച് കണ്ണ് തുറക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, എനിക്കിനി മറ്റൊന്നിനോടുമല്ല, എന്റെ സ്നേഹം മുഴുവൻ എന്റെ കർത്താവിനോടാണ്, എന്റെ വീണ്ടെടുപ്പുകാരനോടാണ്, എന്റെ രക്ഷകനോടാണ്. എന്റെ യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കുവാൻ ഒന്നിനും സാധ്യമല്ല. ധൈര്യമുണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്.
അങ്ങനെ തന്നെ ധൈര്യമായി മുന്നോട്ട് പോകണം. ദൈവത്തിന് സ്തോത്രം. ആ യേശുവിന്റെ സ്നേഹം, ആ വലിയ സ്നേഹം അവനെ നിർബന്ധിച്ചതിന് പിന്നിൽ ചില കാര്യങ്ങളുണ്ട്. ഈ സ്നേഹം ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ് ചുരുങ്ങിയ വാചകങ്ങളിൽ ഇനി നാം ചിന്തിക്കാൻ പോകുന്നത്. ഈ സ്നേഹം ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് വരുവാൻ വേണ്ടി കർത്താവ് എന്താണ് ചെയ്തത്? ഈ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വരുവാൻ കർത്താവ് എന്ത് ചെയ്തു? ഒന്നാമത്തെ കാര്യം നമുക്ക് ചിന്തിക്കാം. യേശുവിന്റെ സ്നേഹത്തെ, ക്രിസ്തുവിന്റെ സ്നേഹത്തെ, ദൈവത്തിന്റെ സ്നേഹത്തെ നമ്മിലാക്കുവാൻ, നമുക്കത് വെളിപ്പെടുത്തുവാൻ ആദ്യമായി ചെയ്തത്, നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. റോമാലേഖനം 5-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലൻ എടുത്തു പറയുന്നു. വായിക്കാം. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴം, ദൈവ സ്നേഹത്തിന്റെ ആഴം അവിടെയാണ് ആദ്യമായി നമ്മൾ കാണുന്നത്. ന്യായപ്രമാണത്തിലിരുന്നവരാരും ഈ സ്നേഹം കണ്ടില്ല, ഈ സ്നേഹത്തിന്റെ ആഴം അറിഞ്ഞില്ല. ന്യായപ്രമാണത്തിന്റെ ആ ആചാരങ്ങളിൽ അവര് മുന്നോട്ട് പോയപ്പോൾ എനിക്ക് വേണ്ടി മരിച്ചത് ഒരു കാളയാണ്, ഒരാടാണ്, ഒരു പ്രാവാണെന്നൊക്കെ ചിന്തിച്ചിങ്ങനെ സമാധാനിച്ചു പോയതാ. ഒരു കാള കൊല്ലപ്പെട്ടതുകൊണ്ട്, ഒരു ആട് അറുക്കപ്പെട്ടതുകൊണ്ട്, ഒരു പ്രാവിനെ ബലി കഴിച്ചതുകൊണ്ട് എന്റെ ലംഘനം മാറിക്കിട്ടിയെന്നുള്ള മനസ്സമാധാനത്തിലാണ് ന്യായപ്രമാണ ഭക്തന്മാർ ജീവിച്ചത്. കാളയും ആടും പ്രാവുമൊക്കെ ആ ജീവൻ വെടിഞ്ഞ് അത് ത്യാഗമായി ബലിയായി മാറിയതുകൊണ്ട് എന്റെ പാപം മോചിക്കപ്പെട്ടു എന്ന് കരുതി ജീവിച്ചു. എങ്കിലും അവർക്ക് മനസാക്ഷിയിൽ ഒരു ധൈര്യമോ ഒരു പ്രാഗൽഭ്യമോ, അതുകൊണ്ട് എനിക്ക് വേണ്ടി മരിച്ചതല്ലേ, ഇനി ആ കാളയ്ക്ക് വേണ്ടി അങ്ങ് ജീവിക്കാമെന്ന് തീരുമാനിക്കുകയൊന്നും ചെയ്തില്ല. അതിനുവേണ്ടി അതിന്റെ ഒരു സാക്ഷിയായേക്കാം. അങ്ങനൊന്നും ചെയ്യാൻ ആ മനസാക്ഷിയെ ഉണർത്തിയില്ല. ഈ ബലികളൊന്നും ഒരു മനസാക്ഷിയിലും ഒരു സംതൃപ്തിയും നൽകിയില്ല. അന്ന് ബലിയൊക്കെ നടന്നെങ്കിലും ഈ ബലിമൃഗങ്ങളൊക്കെ അറുക്കപ്പെട്ടെങ്കിലും അതുകൊണ്ടൊന്നും ഒരു മനസ്സിനും ഒരു സന്തോഷമോ സംതൃപ്തിയോ ഒരു ആത്മതൃപ്തിയോ ഒന്നും ലഭിച്ചില്ല എന്നാണ് എബ്രായ ലേഖനം 10-ാമത്തെ അധ്യായത്തിന്റെ 2-ാം വാക്യം വായിക്കുന്നത്. അല്ലെങ്കിൽ ആരാധനയ്ക്ക് വേണ്ടി വന്ന് കാളയം കൊണ്ടുവന്ന് ആരാധിച്ച്, ആടിനെയും കൊണ്ടുവന്ന് ആരാധിച്ച്, ആ യാഗപീഠത്തിന്റെ ആലയത്തിന്റെ മുൻപിലേക്ക് വന്ന് ആരാധന കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ആരാധനക്കാർക്ക് ഒരിക്കൽ ശുദ്ധി വന്നതിന്റെ ശേഷം, ഒരു യാഗം കഴിച്ചതുകൊണ്ട് ശുദ്ധി വന്ന ശേഷം പാപങ്ങളെക്കുറിച്ചുള്ള മനോബോധം ഇല്ലായ്ക കൊണ്ട് യാഗം കഴിക്കുന്നത് നിന്നുപോകയില്ലയോ? ഇപ്പോഴോ ആണ്ടുതോറും അവയാൽ പാപങ്ങളുടെ ഓർമ്മ ഉണ്ടാകുന്നു. പാപത്തിന്റെ ഓർമ്മ ഉണ്ടാക്കാനല്ലാതെ പാപത്തിൽ നിന്ന് പാപപരിഹാരത്തിന്റെ ബോധത്തിലേക്ക്, അഥവാ കുറ്റങ്ങൾ മോചിച്ചു എന്നുള്ളൊരു ധൈര്യത്തിലേക്ക് ഈ ന്യായപ്രമാണത്തിന് മനുഷ്യനെ നടത്താൻ കഴിഞ്ഞില്ല. ന്യായപ്രമാണത്തിലെ യാഗങ്ങൾക്കൊന്നും മനുഷ്യ മനസ്സിന് സംതൃപ്തി നൽകാൻ കഴിഞ്ഞില്ല എന്നും അടുത്തത് വാക്യം. കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് അവരാരാധിച്ചാലും ആരാധനക്കാർക്ക് തൃപ്തി വരുന്നില്ല. അവരാരാധിക്കുന്നുണ്ട്. ഇന്നും പാരമ്പര്യ ആരാധനകൾ നമ്മുടെ ചുറ്റുപാടുകളിലും അത് ഉയർന്നു പൊങ്ങി കേൾക്കാം. മണിനാഥവും അതേ സുഗന്ധവാസനയും ഒക്കെയുമായിട്ട് ഇങ്ങനെ പാരമ്പര്യത്തിന്റെ ആരാധനകൾ അത് ഓരോ ദിവസവും ഓരോ സ്ഥാനത്തും അതിന്റെ നിലയ്ക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എത്ര പേർക്ക് പാപത്തെക്കുറിച്ചുള്ള ബോധമുണ്ട്? ഇന്നും ആരാധന കഴിഞ്ഞിറങ്ങി നേരെ കള്ളുകടയിലേക്കല്ലേ പോകുന്നത്? മദ്യപാനം പാപമാണെന്നോ, വ്യഭിചാരം പാപമാണെന്നോ, ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്ന പാപമാണെന്നോ, അതേ പാപവഴികളിലേക്ക് പോകരുത്, സഹോദരങ്ങളെ പകയ്ക്കരുത്, ശത്രുവിനെ പോലും സ്നേഹിക്കണമെന്നോ ചിന്തിക്കാനോ ആ വിധത്തിലുള്ള ഒരു പ്രബോധനമോ ആലോചനയോ അതിൻ്റെതായ ഒരു തൃപ്തിയോ അങ്ങനെ ജീവിക്കുന്നതിന്റെ ഒരു സംതൃപ്തിയോ ആർക്കെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ആത്മാവിൽ ആരാധിക്കാൻ അവർ വന്നിരിക്കും. അങ്ങനെയുള്ളവര്, അങ്ങനൊരു ആത്മസംതൃപ്തി ആരുടെയെങ്കിലും ഉള്ളിൽ ലഭിച്ചാൽ അവര് ആ പാരമ്പര്യ ആചാരാരാധനകളിൽ പിന്നെ ഒരിക്കലും തുടരുകയില്ല എന്നുള്ളത് അനുഭവിച്ച വ്യക്തികൾ ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ പറഞ്ഞാട്ട്.
ഇത്ര വലിയ സമൂഹത്തിന് ആ സാക്ഷ്യമാ പറയാനുള്ളത്. പാരമ്പര്യങ്ങളിൽ ആരാധിച്ചൊരു കാലമുണ്ട്. അന്നൊന്നും ആത്മതൃപ്തിയില്ലായിരുന്നു, ആത്മസംതൃപ്തി ലഭിച്ചില്ല. ഈ യാഗങ്ങൾ കൊണ്ടൊന്നും ആത്മാവിന് ഒരു പരിപോഷണം ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ യാഗങ്ങളെല്ലാം ഒടുവിൽ അസാധുവായി. ഇതൊന്നും ഫലവത്തായില്ല. അതുകൊണ്ട് തന്നെ കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെ രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ ഒരു നാളും കഴിയുന്നതല്ല, അത് സാധ്യമല്ല എന്ന് വന്നതുകൊണ്ട് ദൈവപുത്രനെ ലോകത്തിലേക്ക് അയച്ചു. പുത്രൻ വന്നിട്ട് പറഞ്ഞു, ഹനനയാഗങ്ങളും വഴിപാടുകളും നീ ഇച്ഛിച്ചില്ല, ദൈവമേ അത് നിനക്ക് പ്രിയമായതല്ല, നിനക്കതിൽ പ്രസാദമില്ല എന്ന് കാണുന്നു. വായിക്കാമോ? 40-ാമത്തെ സങ്കീർത്തനം. 40-ാമത്തെ സങ്കീർത്തനത്തിലുമുണ്ട്. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഹനനയാഗവും, ദൈവപുത്രൻ ലോകത്തിലേക്ക് വരുമ്പോൾ ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല. ഹനനയാഗവും വഴിപാടും ദൈവമേ നീ ആഗ്രഹിച്ചുമില്ല, ഇച്ഛിച്ചതുമില്ല. എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. സർവാംഗ ഹോമങ്ങളിലും പാപപരിഹാര യാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. എത്രയെത്രയോ യാഗം നടന്നു, ഇതിലൊന്നും നിനക്ക് പ്രസാദം തോന്നിയില്ല. കാളകളുടെയും ആടുകളുടെയും ആ രക്തം കൊണ്ട് ഇന്നുമുണ്ടല്ലോ പലയിടത്തും അങ്ങനെയുള്ള യാഗങ്ങൾ. അതേ, ആററിവുള്ള മനുഷ്യന് വേണ്ടി ഈ പുല്ല് നിന്ന് നടക്കുന്ന മൃഗമാണോ മാടാണോ പരിഹാരമാകുന്നത്? ഇതിനെക്കൊണ്ട് മനുഷ്യന്റെ പാപം മോചിച്ചെടുക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് അവൻ പറഞ്ഞു. ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. ഈ ലോകത്തില് എത്ര യാഗം കഴിച്ചിട്ടും അതിലൊന്നും ദൈവ ഇഷ്ടം നിറവേറിയില്ല എന്നിപ്പോൾ മനസ്സിലായല്ലോ. എത്രയെത്രയോ പാരമ്പര്യ ഭക്തിയുടെ ആരാധനകൾ നടന്നിട്ടും ക്രിസ്തു ലോകത്തിൽ വരുന്നതുവരെ ദൈവ ഇഷ്ടം നിറവേറിയില്ല, ദൈവ പദ്ധതി നിറവേറിയില്ല. ദൈവത്തിന്റെ ഹിതം നിവർത്തിക്കുവാൻ ഈ ആചാരാനുഷ്ഠാനങ്ങൾക്ക് സാധിച്ചില്ല. അതാണ് നാം അറിയേണ്ടത്. ദൈവപുത്രൻ ലോകത്തിലേക്ക് വന്നവൻ വിളിച്ചു പറഞ്ഞു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. ദൈവത്തിന്റെ ഇഷ്ടം എന്തായിരുന്നു? ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് യെശയ്യാ 53-ാം അധ്യായം 10-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. യെശയ്യാ 53:10. എന്നാൽ അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. യഹോവയ്ക്ക് ഇഷ്ടമായത് അവിടെ നിറവേറി. ദൈവത്തിന് ഇഷ്ടമായ അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവന് കഷ്ടം വരുത്തി. അവൻ യഹോവയായ ദൈവം, സ്വർഗപിതാവായവൻ തന്റെ പൊന്നോമനപുത്രനെ കഷ്ടതയുടെ നടുവിലൂടെ കടത്തിവിട്ടുകൊണ്ട് തന്റെ സ്വന്തം പുത്രനെ ആദരിക്കാതെ ആ പുത്രനെ നമുക്ക് വേണ്ടി ബലിയായി അർപ്പിച്ചുകൊണ്ട് അവനെ തകർത്തുകൊണ്ട്, അതാണ് അവിടെ എഴുതിയത്. എന്നാൽ അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവന് കഷ്ടം വരുത്തി. പിതാവ് വരുത്തിയ കഷ്ടമാ, അല്ലാതെ ലോകത്തിലാരും ചെയ്തതല്ല. എന്തിനു വേണ്ടി? അവൻ നമുക്ക് വേണ്ടി മരിക്കണമെന്നത് തിരുവെഴുത്തായിരുന്നു. ക്രിസ്തു ലോകത്തിൽ വന്ന് കഷ്ടം സഹിക്കണമെന്ന് തിരുവെഴുത്തിൽ എഴുതിയിരുന്നു. ക്രിസ്തു കഷ്ടം സഹിക്കണമെന്ന് ആ തിരുവെഴുത്ത് അതേ ക്രിസ്തു തന്നെ ലോകത്തിന് മുൻപിൽ വിളിച്ചു പറഞ്ഞിട്ടുമുണ്ട്. മത്തായി എഴുതിയ സുവിശേഷത്തിലും നാം അവിടെ ലൂക്കോസിന്റെ സുവിശേഷത്തിലുമൊക്കെ അതിന്റെ തെളിവുകൾ കാണാം. പത്രോസിനോട് സംസാരിക്കുമ്പോൾ ക്രിസ്തു കഷ്ടം സഹിക്കണമെന്ന് മൂപ്പന്മാർ, പുരോഹിതന്മാർ മുതലായവരാൽ പലതും സഹിച്ച് യെരൂശലേമിൽ വെച്ച് മരിക്കണമെന്ന് യേശു പത്രോസിനോട് പറഞ്ഞു തുടങ്ങി. മാത്രമല്ല, എമ്മൗസിലേക്ക് അതേ കടന്നുപോകുന്ന ശിഷ്യന്മാരുടെ അടുക്കൽ വന്ന് അവരോട് വചനങ്ങൾ തെളിയിച്ചു കൊടുക്കുമ്പോൾ ക്രിസ്തു, ദൈവത്തിന്റെ ക്രിസ്തു കഷ്ടം സഹിക്കണമെന്ന് തിരുവെഴുത്തുകളിൽ എഴുതിയിരുന്നില്ലയോ എന്ന് ക്രിസ്തു അവരോട് ചോദിക്കുന്നു.
ക്രിസ്തു കഷ്ടം സഹിക്കണമെന്ന് തിരുവെഴുത്തുകളിൽ ഉണ്ടായിരുന്നു. ആ തിരുവെഴുത്തുകളിൽ എഴുതപ്പെട്ടത് നിവൃത്തിയാകുവാൻ ക്രിസ്തു കഷ്ടം സഹിക്കുവാൻ തന്നെ സമർപ്പിച്ച് താണലോകത്തിലേക്ക് ഇറങ്ങി വന്നു. താൻ വിളിച്ചു പറഞ്ഞോ, എനിക്കൊരു ശരീരം ഒരുക്കിയിരിക്കുന്നു. ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ I delight to do thy will, O Lord. I delight to do thy will. നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എനിക്ക് എത്ര സന്തോഷമാണ്, ഞാൻ താല്പര്യപ്പെടുന്നു, എനിക്കത് വലിയ ഇഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് താൻ ലോകത്തിലേക്ക് വന്ന് ആ കാൽവറി കുരിശിൽ നമുക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, നിനക്ക് വേണ്ടി, സഹോദര സഹോദരി, നമ്മുടെ പാപത്തിനും ശാപത്തിനും രോഗത്തിനും വേണ്ടി, നമ്മുടെ ശിക്ഷാവിധിയെ മാറ്റുവാൻ വേണ്ടി നമുക്കായി അവൻ അതേ കാൽവറി ക്രൂശിൽ പങ്കപ്പാടുകൾ സഹിച്ച് പ്രാണത്യാഗം ചെയ്ത് ഈ ലോകത്തിൽ നിന്ന് കടന്നു പോവുകയായി. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി പാടുപെട്ട ക്രിസ്തുവിനെ, ആ കാൽവറിയിലെ ആ കഷ്ടപ്പാടുകളെ നാം യഥാർത്ഥമായി കണ്ടാൽ, യഥാർത്ഥമായി ഗ്രഹിച്ചാൽ, ആ ക്രിസ്തുവിന്റെ കഷ്ടപ്പാടുകൾ ആ ക്രിസ്തുവിനോടുള്ള സ്നേഹം കൊണ്ട് നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കും. ഹല്ലേലൂയ. യഥാർത്ഥമായ ആ കാൽവറി ദർശനം കണ്ട ഒരുത്തന് മാത്രമേ, യഥാർത്ഥമായ ആ കാൽവറി കാഴ്ച കണ്ട ഒരു വ്യക്തിക്ക് മാത്രമേ യഥാർത്ഥമായ ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് വരുവാൻ സാധിക്കുന്നുള്ളൂ. കാൽവറി ദർശനം കണ്ടാണോ നിങ്ങൾ ഈ ക്രിസ്തുവിനെ ഇന്ന് പിൻപറ്റിക്കൊണ്ടിരിക്കുന്നത്? ഇന്ന് കർത്താവിനെ പിൻപറ്റുന്നത് ആ കാൽവറി ദർശനത്തോടെയാണോ? കാൽവറി ദർശനമാണ് നമ്മുടെ ജീവിതത്തിന്റെ ആരംഭം. നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ തുടക്കം കാൽവറി ദർശനത്തിലൂടെയായിരിക്കണം. ആ കാൽവറിയുടെ കാഴ്ച കണ്ടാൽ മാത്രമേ ഒരുവന്റെ യാത്ര ക്രമപ്പെടുകയുള്ളൂ. ഒരുവന് യഥാർത്ഥ പാതയിലൂടെ യാത്ര ചെയ്യണമെങ്കിൽ കാൽവറിയുടെ കാഴ്ച കാണണം. ആരംഭം കാൽവറിയുടെ പാതയിൽ, ആ കാൽവറിയുടെ കാഴ്ചപ്പാടിൽ, കാൽവറിയെ കണ്ട് യാത്ര തുടർന്ന് മുന്നോട്ട് വരുമ്പോൾ, മുന്നോട്ട് പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് കാൽവറിയിലെ തിരുരക്തത്താൽ പാപക്കറ കഴുകിക്കളഞ്ഞ് ഒരു ദൈവപൈതലാക്കി രൂപാന്തരപ്പെടുത്തിയെടുത്ത് ആ പാതയിലൂടെ കാൽവറി ദർശനത്തോടെ മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ, അങ്ങനെ മുന്നോട്ട് വരുന്ന വ്യക്തി ആത്മീക പാതയിൽ മുന്നോട്ട് വരികയാണ്. അതുകൊണ്ടാണ് മുമ്പേ തന്നെ ഞാൻ ഓർപ്പിച്ചത്, റോമാലേഖനം 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ദൈവസ്നേഹം അവിടെ പ്രത്യക്ഷമാവുകയാണ്. ആ ദൈവസ്നേഹം നാം കാണുന്നു, ആ ദൈവസ്നേഹത്തെ ഫീൽ ചെയ്യുന്നു, ആ ദൈവസ്നേഹത്തോട് നമ്മൾ ഇണഞ്ഞു വരുന്നു. ആ സ്നേഹം നമ്മെ പിടിക്കുന്നു, ആ സ്നേഹത്താൽ ആകർഷിക്കപ്പെടുന്നു. അങ്ങനെ കാൽവറി സ്നേഹത്താൽ ആകർഷിക്കപ്പെട്ടതിനാൽ ഞാനൊരു ദൈവപൈതലായി മാറിയെന്ന് പറയുവാൻ സന്തോഷമുണ്ടെങ്കിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഹല്ലേലൂയ. അതെ, ഇല്ലെങ്കിൽ ജീവിതം വേസ്റ്റ്. കാൽവറിയുടെ ആ ദർശനത്തോടുകൂടെ മുന്നോട്ട് പോകണം. ഒരു പക്ഷേ വിശ്വാസപാതയിൽ മുന്നോട്ട് പോകുന്നു എങ്കിലും ഇന്നും ആ കാൽവറിയുടെ വ്യക്തമായ കാഴ്ചയില്ലെങ്കിൽ ജീവിതം പരാജയമായി പോകും. ഇടയ്ക്ക് വെച്ച് പിന്മാറ്റം വരും, ഇടയ്ക്ക് വെച്ച് ഈ വിശ്വാസത്തിൽ സംശയം തോന്നും. ഈ ആത്മീക ജീവിതം എന്ന് ചോദ്യം ചിലപ്പോൾ വായിൽ ഉയരും. കാരണം നീ യഥാർത്ഥമായി കാൽവറിയുടെ കാഴ്ച കണ്ടിട്ടില്ല. വിശ്വാസിയായിരിക്കാം, സുവിശേഷ വേലയും അനേക വർഷമായി ചെയ്യുന്നവരായിരിക്കാം, എങ്കിലും ഇടയ്ക്ക് ജീവിതത്തിൽ മടുപ്പ് വരുന്നു എങ്കിൽ നിന്റെ ദർശനം ശരിയല്ല. ദർശനം പുതുക്കണം. പ്രിയ ദൈവ പൈതലേ, പ്രിയ സഹോദര സഹോദരി, നിന്റെ കണ്ണുകൾ തുറക്കണം. ആ കാൽവറി കാഴ്ച കാണണം. എനിക്ക് വേണ്ടി എന്റെ പ്രാണപ്രിയൻ ഇത്രയും പാട് സഹിച്ചല്ലോ, ഇത്രമാത്രം യാതന അനുഭവിച്ചല്ലോ, ഈ പങ്കപ്പാടുകളെല്ലാം സന്തോഷമായി ഏറ്റെടുത്ത് എനിക്ക് വേണ്ടി ഇതെല്ലാം സഹിച്ചല്ലോ എന്ന് കാണുമ്പോൾ, അത് മനസ്സിലാകുമ്പോൾ ഹൃദയം ആ സ്നേഹത്താൽ നിറയും. കാൽവറി സ്നേഹത്താൽ നിറയും. കാൽവറി സ്നേഹത്താൽ നിറഞ്ഞ് കർത്താവിന് വേണ്ടി പാടുപെടുവാൻ. കഴിഞ്ഞ വർഷത്തിൽ ഞാൻ ഇങ്ങനെ ഇരുന്ന് ധ്യാനിച്ചു, ഒരു പാട്ട് വേണം പാടാനായിട്ട് ഇങ്ങനെ ധ്യാനിച്ചപ്പോൾ ആ കാൽവറി സ്നേഹത്തിന്റെ ഒരംശമാണ് എന്റെ ഹൃദയത്തെ തൊട്ടത്. അതാണ് ഒന്നാമത്തെ പാട്ടിന്റെ 1-ാമത്തെ സ്റ്റാൻസായിൽ എഴുതിയത്. കർത്താവിന്റെ ജനം കഷ്ടപ്പാടുകൾ സഹിച്ച് മുന്നോട്ടു പോകുമ്പോൾ കാൽവറി സ്നേഹത്താൽ കഷ്ടങ്ങൾ സഹിക്കുവാൻ എന്നെ ശക്തനാക്കണമേ എന്ന് ഞാൻ പാടുകയുണ്ടായി.
എല്ലാരും ചേർന്നൊന്ന് പാടിയാ കൊള്ളാം. കഷ്ടങ്ങൾ സഹിച്ചതാം നിൻ ശുദ്ധരെ കൺമണി പോൽ കാത്തല്ലോ. കഷ്ടങ്ങൾ സഹിച്ചതാം നിൻ ശുദ്ധരെ കൺമണി പോൽ കാത്തല്ലോ. കാൽവരി സ്നേഹത്താൽ കഷ്ടങ്ങൾ സഹിച്ചു ഞാൻ നന്ദിയാൽ സ്തുതി പാടിടും. കാൽവരി സ്നേഹത്താൽ കഷ്ടങ്ങൾ സഹിച്ചു ഞാൻ നന്ദിയാൽ സ്തുതി പാടിടും. സ്തോത്രം. ഇനി അധികം പാടണ്ട, നട്ടുച്ച നേരമാ, ക്ഷീണം കൂടും. ആത്മാവിലാണ് പാടുന്നതെങ്കിൽ ക്ഷീണമൊക്കെ പറന്നു പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാൽവരി സ്നേഹം നമ്മുടെ ഹൃദയത്തെ കടന്നാകർഷിച്ച് കീഴ്പ്പെടുത്തിക്കഴിഞ്ഞാൽ, ആ കാൽവരിയുടെ കാഴ്ച കണ്ട് ഹൃദയം ഉടഞ്ഞു തകർന്നാൽ, കണ്ണുകൾ നിറഞ്ഞാൽ, ഹൃദയത്തിൽ ക്രിസ്തുവിന്റെ സ്നേഹം നിറഞ്ഞാൽ, അവരെ പിന്നെ അതിൽ നിന്ന് പിരിക്കുവാൻ, ആ കാൽവരിയിൽ വേർപെടുത്തുവാൻ, ആ സ്നേഹത്തിൽ അകറ്റുവാൻ ഒരു ശക്തിക്ക് സാധ്യമല്ല. ഹല്ലേലൂയ. അപ്പോസ്തലൻ അതിന് ചില കാര്യങ്ങൾ എടുത്തു പറയുകയാണ്. എന്താ പറയുന്നത്? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ഞങ്ങളെ വേർപിരിക്കുന്നത് കഷ്ടതയോ സങ്കടമോ ഉപദ്രവങ്ങളോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഇതെല്ലാം കൂടെ വന്ന് ആകപ്പാടെ ഞെരുക്കി അവസാനം കൊല്ലാനായിട്ട് കൊണ്ടുവന്ന ഒരാടിനെ പോലെ, വെറും കൊല്ലുവാൻ കൊണ്ടുവന്ന് അറുക്കാനുള്ള ആടിന് ആരാ തൊഴുത്ത് കെട്ടുന്നത്? യാദൃച്ഛികമാ. നാളെ അറുക്കാൻ പോവുക, ഇന്ന് വാങ്ങിച്ചിട്ട് വന്നതാ. ശരി, ഒരു ദിവസം കിടക്കാൻ ഒരു തൊഴുത്താരേലും ഉണ്ടാക്കാറുണ്ടോ? അറുക്കാനുള്ള ആടിനെ കുറിച്ച് അങ്ങനെ ആരും കരുതലില്ലാത്ത, അതിനെക്കുറിച്ച് യാതൊരു ഭാരവുമില്ലാത്ത ഒരു അറുക്കാനുള്ള ആടിനെ പോലെ ഞങ്ങൾ എണ്ണുന്നു എന്നാണ് അപ്പോസ്തലൻ എടുത്തു പറയുന്നത്. ക്രിസ്തുവിന്റെ സ്നേഹത്താൽ നിർബന്ധിതരായിട്ട് അങ്ങനെ എണ്ണുന്നു എന്ന് മാത്രമേ മലയാളത്തിലുള്ളൂ. തമിഴിൽ വായിച്ചു നോക്കണം. எழுதியிருக்கிறபடி நேர்ந்தாலும் அடிக்கப்படும்படி கொண்டு போகிற ஆட்டை போல் எண்ணப்படுகிறோம் என்று എഴുതിയിരിക്കുന്നപടി നടന്നാലും, എഴുതിയിരിക്കുന്നത് പോലെ സംഭവിച്ചാലും, എപ്പോഴും അങ്ങനെ സംഭവിക്കണമെന്നില്ല. അതെ, അറുക്കുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ ഞങ്ങളെ എണ്ണിയിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ സംഭവിച്ചാലും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപെടുത്താൻ സാധ്യമല്ല. അറുക്കാനുള്ള ഒരു ആടിനെ പോലെ എണ്ണുന്നു എന്ന് എഴുതിയ വചനം അതുപോലെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നിറവേറിയെന്ന് വന്നേക്കാം. അതുകൊണ്ടാണ് വീണ്ടും താൻ വിളിച്ചു പറയുന്നത്, ഉയരത്തിനോ ആഴത്തിനോ. ചിലപ്പോൾ ഉയർന്നിരിക്കുന്ന അവസ്ഥയായിരിക്കാം, ചിലപ്പോൾ ആഴത്തിലേക്ക് നമ്മെ താഴ്ത്തിക്കളയുന്നത് പോലെ നമുക്ക് തോന്നിയേക്കാം. ഉയരത്തിനോ ആഴത്തിനോ, മരണമോ ജീവനോ. മരണമായിരിക്കാം, ചിലപ്പോൾ മരണം തന്നെ കുടുംബത്തിലേക്ക് വന്നേക്കാം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ കടന്നുപോയേക്കാം, ജീവിതത്തിൽ ഏറ്റവും സ്നേഹിച്ചവർ മരണത്തിലൂടെ കടന്നുപോയേക്കാം. എന്നാൽ ഈ മരണം ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നെ പിരിക്കയില്ല. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ മരണത്തിനോ ജീവനോ, ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ, ഇപ്പോഴുള്ളതിനോ ഇനി വരുന്നതിനോ, ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും ഒരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഇത് ഉറച്ച തീരുമാനമാണ്. ഇതിനി ഒരിക്കലും മാറ്റമില്ല. ഹല്ലേലൂയ. ഈ ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ വേണം. ഈ ഉറപ്പുമായിട്ട് വേണം മുന്നോട്ട് പോകാൻ. ഈ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് ഈ ഉറപ്പിലായിരിക്കണം. ഉറപ്പില്ലാത്ത വിശ്വാസിയാണ്, ഉറപ്പില്ലാത്ത ശുശ്രൂഷകരാണ് ഇടയ്ക്കിടയ്ക്ക് ശോധനകൾ വരുമ്പോൾ ആടിപ്പോകുന്നത്, ആടി ഉലയുന്നത്, അധൈര്യപ്പെടുന്നത്, പിറുപിറുക്കുന്നത്, ചിലപ്പോഴൊക്കെ പിന്മാറ്റമുണ്ടായിട്ട് ആരാധന പോലും ആത്മീക ജീവിതം പോലും നഷ്ടപ്പെടുത്തി കളയുന്നത് ഈ ഉറപ്പില്ലാത്തവരാണ്. അതുകൊണ്ട് ഒന്നാമത് വേണ്ടത് കാൽവറി ദർശനം. ആ കാൽവറി കാഴ്ച കണ്ട് മുന്നോട്ട് വരുമ്പോൾ ആ കാഴ്ച മാത്രം നിന്നെ ആ കർത്താവിന്റെ അടുക്കൽ എത്തിക്കത്തില്ല. അടുത്തതായിട്ട് നിന്റെ കണ്ണൊന്നുകൂടെ പ്രകാശിക്കണം. അടുത്തതായിട്ട് എന്തു ചെയ്യുന്നു?
രണ്ടാമത് റോമാലേഖനം 5-ാം അധ്യായം 5-ാം വാക്യം വായിക്കാം. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ, ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. മുൻപേ കാൽവറിയിൽ കണ്ടതേ ഉള്ളൂ, ഇപ്പോൾ ഹൃദയത്തിലേക്ക് വന്നു. അതാണ് ഇതിന്റെ ഓരോ പ്രോസസ്, അതിന്റെ പടിപടിയായ നടപടികൾ. ഒന്നാമത് കാൽവറിയിൽ സ്നേഹം കണ്ടു, കാൽവറി സ്നേഹം കണ്ടു. കാൽവറിയിൽ ആ പ്രാണനാഥൻ പിടയുന്ന ആ വേദന നിറഞ്ഞു പുളയുന്നതായ ആ വേദന കണ്ടപ്പോൾ ആ പ്രാണപ്രിയൻ എനിക്ക് വേണ്ടിയാണ് മരിച്ചത്, എന്റെ കർത്താവ് എനിക്ക് വേണ്ടിയാണ് ഈ പിടഞ്ഞു മരിച്ചതെന്ന് ആ സ്നേഹം നമ്മെ വശീകരിച്ചു. ആ സ്നേഹം കണ്ടു, അങ്ങനെ മുന്നോട്ട് കടന്നു വരുന്നു. അതിനെയാണ് മാനസാന്തരമെന്നും രക്ഷയെന്നും വീണ്ടും ജനനമെന്നൊക്കെ പറയുന്നത്. എന്നാൽ അങ്ങനെ കർത്താവിനായി ജീവിതത്തെ സമർപ്പിച്ച് കർത്താവിന് വേണ്ടി മാത്രം ജീവിതത്തെ അർപ്പണം ചെയ്ത് മുന്നോട്ട് കടന്നു വരുമ്പോൾ എന്താ ചെയ്യുന്നത്? ക്രിസ്തുവിന്റെ സ്നേഹം, ദൈവത്തിന്റെ സ്നേഹം, ആ നിത്യപിതാവിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വരുന്നു. ഹൃദയത്തിലേക്ക് ആ സ്നേഹം വന്ന് നമ്മുടെ ഹൃദയത്തെ ആ സ്നേഹം കവരുകയാണ്, അത് നിറയ്ക്കുകയാണ്. ആ ഹൃദയം സ്നേഹത്താൽ അതേ നിറഞ്ഞ് ആ സ്നേഹം ആ ഹൃദയത്തിനകത്ത് നിറഞ്ഞ് തുളുമ്പുന്ന അവസ്ഥ, അതാണ് അഭിഷേകമുള്ള ജീവിതം. അതാണ് ആത്മാവിന്റെ അഭിഷേകത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അഭിഷേകം പ്രാപിച്ച് ദൈവസ്നേഹത്താൽ നിറഞ്ഞ് എന്റെ ഹൃദയം ദൈവസ്നേഹത്താൽ നിറഞ്ഞ് തുളുമ്പുന്നു എന്ന് പറയുവാൻ സന്തോഷമുള്ളവർ കൈകളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. ആ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന്, ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക അനുഭവം ഉണ്ടാവുകയാണ്. ഒരു പ്രത്യേകമായ അനുഭവമാണ് അവിടെ ഉണ്ടാകുന്നത്. അവിടെ ഉണ്ടാകുന്ന അനുഭവം എന്താണ്? പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഒരു മനുഷ്യന്റെ ഉള്ളിലേക്ക് വന്നിറങ്ങുമ്പോൾ ആ അഭിഷേകത്തിന്റെ നിറവിലൂടെ അവനിൽ നടക്കുന്ന പ്രക്രിയ എന്താണ്? അവനിൽ നടക്കുന്നത് തൃത്വ ദൈവം അവന്റെ ഉള്ളിലേക്ക് വരികയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ആ തൃത്വ ദൈവം മനുഷ്യന്റെ ഉള്ളിലേക്ക് വന്നിറങ്ങുകയാണ്, അവന്റെ ഉള്ളിൽ അധിവാസം ചെയ്യുകയാണ്. അതുമുതൽ ദൈവം അവനിൽ വസിക്കുകയാണ്. അതുകൊണ്ടാ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 20-ാം വാക്യവും 23-ാം വാക്യവും വായിച്ചാൽ അവിടെ ഇങ്ങനെ കാണാം: ഞാൻ എന്റെ പിതാവിലും എന്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമെന്ന് നിങ്ങൾ അന്നറിയും. ഒരു വ്യക്തി എന്നറിയും? ക്രിസ്തു പിതാവിൽ, ഞാൻ എന്റെ പിതാവിലും. പിന്നെ നിങ്ങൾ എന്നിലും, നാം എല്ലാവരും ക്രിസ്തുവിലും. ഞാൻ നിങ്ങളിൽ. ക്രിസ്തു നമ്മിലേക്ക് വരുന്നു, നാം ക്രിസ്തുവിലാകുന്നു, ക്രിസ്തു പിതാവിലാകുന്നു. അങ്ങനെ ഒരു സംയോഗം, ഒരു വലിയ കൂട്ടായ്മ, ഒരു സംഗമം അവിടെ നടക്കുകയാണ്. തൃത്വ ദൈവം മനുഷ്യനുമായിട്ട് ഏകീഭവിക്കുന്ന അവസ്ഥയാണ് പരിശുദ്ധാത്മാഭിഷേകം. അത് അനുഭവിക്കുന്ന ദൈവമക്കൾ വീണ്ടും ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. ഹല്ലേലൂയ. അതെ, ക്രിസ്തു പിതാവിലും നാം ക്രിസ്തുവിലും. അങ്ങനെ തൃത്വദൈവം നമ്മിലും നാം ദൈവത്തിലുമായി ഒന്നായി ലയിക്കുന്ന ഒരവസ്ഥയാണ് പരിശുദ്ധാത്മാഭിഷേകം എന്ന് പറയുന്നത്. അഭിഷേകം നമ്മിലേക്ക് വന്നു കഴിഞ്ഞാൽ, അഭിഷേകത്തിന്റെ നിറവിൽ നാം ആയിക്കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിൽ പകർന്നു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണുകൾ വീണ്ടും പ്രകാശിക്കുന്നു. ആദ്യം കാൽവറി കാഴ്ചയാണ് കണ്ടതെങ്കിൽ ഇപ്പോഴത്തെ കാഴ്ച കുറെ കൂടെ വ്യത്യസ്തമായി. നാമും ദൈവത്തിന്റെ ആത്മാവിനാൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതുകൊണ്ട് പിന്നെ നമ്മുടെ കാഴ്ച യോഹന്നാൻ അപ്പോസ്തലൻ കണ്ടതുപോലെ ഒരു കാഴ്ചയായി മാറുകയാണ്. യോഹന്നാൻ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെയാണ് പിന്നെ കാണുന്നത്. ആദ്യം കാൽവറിയുടെ കാഴ്ച കണ്ട ദൈവപൈതലേ, നിനക്ക് ഇന്ന് ആ കാൽവറിയുടെ കാഴ്ച നിന്നെ ആത്മീയമായി വളർത്തി ഇന്ന് എപ്പോഴും ആ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കണ്ടുകൊണ്ടാണോ നിന്റെ യാത്ര? വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 13 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ അവിടെ ആ ഉയർത്തെഴുന്നേറ്റവന്റെ രൂപം വരച്ചു കാട്ടിയിരിക്കുകയാണ്. തിരിഞ്ഞപ്പോൾ 7 പൊൻ നിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത്
പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശ്യനായ ഒരുവനിതാ നിൽക്കുന്നു. മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞാൽ ക്രിസ്തു. അതേ ക്രിസ്തുവാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. എങ്ങനെ നിൽക്കുന്നു? 7 നിലവിളക്കുകളുടെ നടുവിൽ അവൻ നിൽക്കുകയാണ്. അതിന്റെ നടുവിൽ ഇങ്ങനെ ഉലാവുന്ന ഒരു ക്രിസ്തുവിനെയാണ് കാണുന്നത്. 7 നിലവിളക്കെന്ന് പറഞ്ഞാൽ അന്ന് ആ യോഹന്നാൻ എടുത്തു പറയുന്നത് ഏഷ്യ മൈനറിൽ ഉണ്ടായിരുന്ന 7 ആത്മീക സഭകളാണ്. 7 സഭകൾ. അതിന്റെ നടുവിലൂടെ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാര് ഒന്നിച്ചാത്മാവിൽ ആരാധിക്കുന്നതിന് നടുവിലൂടെ ഇങ്ങനെ എപ്പോഴും ചുറ്റി നടക്കുന്ന ഒരു ക്രിസ്തുവിനെ, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ അന്ന് യോഹന്നാൻ കണ്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ ഞാൻ പറയട്ടെ, ഈ 7 നിലവിളക്കെന്ന് പറഞ്ഞാൽ നമ്മളാണ്, ദൈവമക്കളാണ്, ഞാനും നിങ്ങളുമാണ്. നമ്മൾ ഓരോരുത്തരും ഓരോ നിലവിളക്കായിട്ട് നിന്ന് പ്രകാശിക്കണം. അങ്ങനെ പ്രകാശിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റവൻ അതിന്റെ നടുവിലൂടെ മന്നം നടന്നു വന്ന് ഈ നിലവിളക്കുകളെ നോക്കും. എന്റെ ജീവിതമാകുന്ന നിലവിളക്ക്, നിങ്ങളുടെ ജീവിതമാകുന്ന നിലവിളക്ക്, അതെന്തിനു വേണ്ടിയാ വെച്ചിരിക്കുന്നത്? ഈ നിലവിളക്ക് ലോകം പാപയിരുളിൽ കിടക്കുമ്പോൾ നിന്നിൽ നിന്ന് ലോകം പ്രകാശം കാണട്ടെ. നിന്റെ ജീവിതം ലോകത്തിന് വെളിച്ചമാകട്ടെ. വിശ്വാസിയെ, ശുശ്രൂഷകരെ, ദൈവസഭയെ, നാം എല്ലാവരും ഈ അന്ധകാര ലോകത്തിന് വെളിച്ചമാകുവാൻ, അതേ പ്രകാശം കൊടുക്കുവാൻ, അതേ ദൈവം നമ്മെ വെച്ചിരിക്കുകയാണ്. ആ നിലവിളക്ക് ഇങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതൊരു മഹാപുരോഹിതനായി ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു അതിന്റെ അടുക്കലേക്ക് വന്നിട്ട് ഇതിന്റെ തിരി എങ്ങനെയുണ്ട്? കരിന്തിരിയായി പോയോ? മുറിച്ച് വൃത്തിയാക്കുവാൻ. എണ്ണ കുറഞ്ഞു പോയോ? എണ്ണ ഒഴിക്കുവാൻ. അതിനെ വീണ്ടും തുടച്ച് വൃത്തിയാക്കി വീണ്ടും അധികം പ്രകാശിപ്പിക്കുവാൻ. അതേ, ആ ഉയർത്തെഴുന്നേറ്റവന്റെ സാന്നിധ്യം എപ്പോഴും നിന്നോടുകൂടെ വേണം. മനസ്സിലായെങ്കിൽ ദൈവത്തെ സ്തുതിക്ക്. പോരാ, ഒന്നുകൂടെ. ആ പ്രകാശം ശരിയായ നിലയിൽ ഉണ്ടാകണമെങ്കിൽ, എണ്ണ കുറയാതിരിക്കണമെങ്കിൽ ഈ പുരോഹിതൻ എപ്പോഴും നിന്റെ അടുക്കൽ വരുന്ന ഒരു അനുഭവം വേണം. അതേ, ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു. അടുത്തത് എന്താ എഴുതിയിരിക്കുന്നത്? അവന്റെ തലയും നിലയങ്കി ധരിച്ചവനാണവൻ. ആ നിലയങ്കി ധരിച്ചവനാണ് അഭിഷേകം പ്രാപിച്ച ഒരു ദൈവ പൈതൽ, ആത്മപൂരിതനായ ഒരു വിശ്വാസി, ഒരു ശുശ്രൂഷക്കാരൻ. അതേ, കാണേണ്ടത് എന്താണ്? 7 നിലവിളക്കുകളുടെ നടുവിൽ, അതേ, നമ്മുടെ നടുവിൽ നമ്മോടുകൂടെ ഇരിക്കുന്ന ദൈവത്തെ കാണണം. അവനെപ്പോഴും നമ്മോടുകൂടെ വസിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. ദൈവ സ്വർഗത്തിലാണ്, ഞാൻ ഈ ഭൂമിയിലാണെന്ന് വിചാരിക്കണ്ട. എന്നോട് കൂടെ എന്റെ കർത്താവുണ്ട് എന്ന് വിശ്വസിക്കണം. ഹല്ലേലൂയ. അതെ, എന്റെ കൂടെയുണ്ട്. രണ്ടാമത്, അവൻ നിലയങ്കി ധരിച്ചിരിക്കുന്നു. നിലയങ്കി എന്ന് പറയുന്നത് ആത്മീകമായ വീക്ഷണത്തിൽ ദൈവത്തിന്റെ നീതിയെ കാണിക്കുന്നതാണ്. നീതിയാൽ മൂടപ്പെട്ടതായ ഒരു രൂപം, ദൈവനീതി കൊണ്ട് നിറഞ്ഞ ഒരു രൂപം. ദൈവത്തിന്റെ രൂപം ഇങ്ങനെയാണെന്ന് ചിലപ്പോഴൊക്കെ ഞാനും വ്യാഖ്യാനിക്കാറുണ്ട്. ദൈവരൂപം എന്ന് പറയുന്നത് നീതിയുടെയും വിശുദ്ധിയുടെയും രൂപമാണെന്ന് എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 24-ാം വാക്യത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവരൂപമായി. ദൈവരൂപമെന്ന് പറയുന്നത് നീതിയും വിശുദ്ധിയുമാ. നീതിയും വിശുദ്ധിയുമാണ് ദൈവത്തിന്റെ രൂപം. അതേ രൂപമായി നാം മാറുവാൻ, അതേ നിലയങ്കി ധരിച്ചുകൊണ്ട്, ആ നീതിയും വിശുദ്ധിയുമാണ് ഈ വസ്ത്രം. അതുകൊണ്ടാണല്ലോ സങ്കീർത്തനക്കാരൻ പാടിയത്, വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ യഹോവയെ നമസ്കരിക്കുവേ. നീതിയെ ധരിക്കണം, വിശുദ്ധിയെ ധരിക്കണം. ഇത് രണ്ടും നമ്മുടെ വസ്ത്രമാക്കി മാറ്റണം എന്ന് ബൈബിളിൽ അനേക വചനങ്ങളുണ്ട്. എല്ലാം ഒന്നും വായിക്കാൻ നേരമില്ലെങ്കിലും ഒരു വാക്യം പറയാം. വെളിപ്പാട് 19-ന്റെ 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ മണവാട്ടിയായ തിരുസഭ എന്തു ചെയ്യണമെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. അവൾക്ക്, അത് മാത്രം വായിക്കാം, അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ, മണവാട്ടി സഭയ്ക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ
വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികൾ തന്നെ. ശുദ്ധമായ വസ്ത്രം, അത് നീതിയാൽ ഉണ്ടായത് ശുദ്ധവും നീതിയുമായ വസ്ത്രമാണ് അവിടെ മണവാട്ടി ധരിക്കുന്നത്. കാരണം ഉയർത്തെഴുന്നേറ്റ മണവാളൻ അങ്ങനെയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അവന്റെ നിലയങ്കി വിശുദ്ധിയും നീതിയുമാണ്. ആ വിശുദ്ധിയും നീതിയുമായ വസ്ത്രം ധരിച്ച്, ആ നിലയങ്കി ധരിച്ച് മാത്രമല്ല അവന് അടുത്ത വസ്ത്രമുണ്ട്. മാറത്ത് പൊൻകച്ച കെട്ടിയവനായി. മാറത്ത് പൊൻകച്ച കെട്ടി. ഓരോരുത്തരും ഓരോ രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത്. ഇന്ന് ഞാൻ വ്യാഖ്യാനിക്കുന്നത് നിങ്ങളും ശ്രദ്ധിച്ചാട്ട്. ദൈവത്തിന് സ്തോത്രം. അവന്റെ മാറത്ത് ഒരു പൊൻകച്ച കെട്ടി. പണ്ടൊക്കെ പുരോഹിതന്മാര്, മഹാപുരോഹിതൻ എന്ത് ചെയ്യും, ശുശ്രൂഷ ചെയ്ത് വിശുദ്ധ സ്ഥലത്തിൽ ഇങ്ങനെ ചുറ്റി നടക്കുമ്പോൾ, വിശുദ്ധ സ്ഥലത്തൂടെ 365 ദിവസമാണെങ്കിൽ അതിലെ 4 ദിവസവും 364 ദിവസവും ഒരു ദിവസം ഒഴികെ ബാക്കി എല്ലാ ദിവസവും മാർപ്പതക്കം മാർബിൽ വെച്ച് പൊൻതടങ്ങളിൽ ആ ഓരോ ഗോത്രത്തിന് ഓരോ തടമുണ്ടാക്കി ഓരോ ഗോത്രത്തെയും അതിന്റേതായ രത്നക്കല്ലിൽ പേരെഴുതി അതിനകത്ത് പതിച്ചു വെക്കണമായിരുന്നു. ബൈബിളിലുള്ള കാര്യമാണ് പറയുന്നേ. പുറപ്പാട് പുസ്തകത്തില് ഇതൊക്കെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതെല്ലാം വിവരിച്ച ഇപ്പോഴേ സമയം തീരാൻ പോവുക. പിന്നെ എടുത്തതിന്റെ 1 ആയുള്ളൂ, ഇനി 4-5 കിടക്കുക വേറെ. ദൈവത്തിന് സ്തോത്രം. എങ്കിലും പണ്ടൊക്കെ നമ്മൾ കൊട്ടാരക്കര കൺവെൻഷൻ 2 മണിക്കല്ലേ നിർത്തുന്നേ. എന്നും കണ്ട് ആരും എഴുന്നേറ്റ് പൊക്കളയരുത്, 2 കരുതി. ഇല്ല, നേരത്തെ നിർത്തും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒന്ന് ചിന്തിച്ചു നോക്ക്. ആ പഴയ നിയമത്തിലെ മഹാപുരോഹിതൻ മാർപ്പതക്കത്തിൽ പൊൻതടങ്ങളിൽ കൊത്തുപണിയായി പേര് കൊത്തിയ രത്നക്കല്ലുകൾ പതിച്ച് 12 ഗോത്രത്തെ വഹിക്കുക. ഗോത്രങ്ങൾ ഓരോന്നും ഓരോ പ്രാകൃത സ്വഭാവമുള്ളത്. രൂപവനാണെങ്കിൽ ആ രൂപേൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം പോലെ തുളുമ്പും സഭയിലെ വിശ്വാസിയായി ഇടയ്ക്കിടയ്ക്ക് കുഴപ്പം കാണിക്കും. എന്നാലും ഈ രൂപേനെ ഈ പൊൻതടത്തിൽ പതിച്ചിരിക്കണം. ഈ പേര് ഇവൻ തുളുമ്പുന്നവനായതുകൊണ്ട് മാറ്റാൻ പാടില്ല. അടുത്തത് ശിമിയോൻ. അവന് ഒറ്റയ്ക്ക് നിൽക്കത്തില്ല. ലേവിയുമായിട്ടൊരു ചെറിയ കൂട്ടുണ്ട്. ലേവിയുമായിട്ടൊരു കൂട്ടുപിടിച്ചിട്ടുണ്ട്. ഇവർ 2 പേരും കൂടാണ് ഏത് പരിപാടിക്കും കൂട്ടുകൂടിയ. ചില വിശ്വാസികൾ അങ്ങനെ സഭയിലും കക്ഷിയുണ്ടാക്കും. ഇവിടെ പൊല്ലൂർ അങ്ങനെ ഉണ്ടോന്ന് എനിക്കറിയില്ല. ഇവിടെ വന്നിരിക്കുന്നവരാരിലും അങ്ങനെയാണോ എന്നറിയില്ല. സ്തോത്രം, ഇടയ്ക്കിടയ്ക്ക് കൂട്ടുപിടിക്കും. അപ്പൻ പറയുന്നു, ശിമയോനെ, ലേവിയെ, നിങ്ങൾ എന്നെ വിഷമത്തിലാക്കി നാറ്റിച്ചു. ചിലര് എന്ത് ചെയ്യും, കൂട്ടുപിടിച്ച് ആകപ്പാടെ നാറ്റിച്ച് വിഷമത്തിലാക്കുന്ന പുള്ളികളുണ്ട്. ഇവിടെ ഉണ്ടെന്നല്ല പറഞ്ഞത്. എന്നും കണ്ട് പൊല്ലു ചന്തയിലെ കാര്യമൊന്നും അല്ല ഞാനിപ്പോ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാകരുത്. ശിമയോനും ലേവിയും അവർ ഏകോദര സഹോദരന്മാരാണ്. അവര് പക്ഷേ ഭയങ്കര തീവ്രവാദികളാ. അവര് പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്നവരാ. അവരോട് യാക്കോബ് പറഞ്ഞു, നിങ്ങളുടെ വാളുകൾ അയ്യോ ഭയങ്കരമാ, സാഹസത്തിന്റെ ആയുധങ്ങളാണ്. ദൈവപ്രമാണം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറിയാൽ, എന്തെങ്കിലും കുറ്റം ചെയ്താൽ അപ്പോൾ വെട്ടുക, വേറെ വിട്ടുവീഴ്ചയൊന്നുമില്ല, ക്ഷമിക്കാൻ ുള്ള മനസ്സൊന്നുമില്ല. ലേവിയും ശിമയോനും. പിന്നെ അങ്ങോട്ട് പറഞ്ഞാൽ 12ന്റെ കാര്യം പറഞ്ഞാൽ മണി 12ഉം 12:45. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ 12 ഗോത്രങ്ങളെയും എടുത്തു നോക്കിയാൽ അവരെല്ലാം, ഒടുക്കത്തെ ഒരു മനുഷ്യനുണ്ടല്ലോ, ആ ബെന്യാമീൻ, അവനെക്കുറിച്ച് അവന്റെ അപ്പം വിളിച്ചു പറയാ, കടിച്ചു കീറുന്ന ചെന്നായ. എന്ത് പറഞ്ഞാലും കടിച്ചു കീറാൻ നിൽക്കുക. സ്തോത്രം. ബെന്യാമീൻ കടിച്ചു കീറുന്ന ചെന്നായ്. ഇവനെയും ഈ മഹാപുരോഹിതൻ മാർപ്പതക്കത്തിൽ വഹിക്കണം. അങ്ങനെ ഓരോരുത്തരും പ്രത്യേകമാ. കാരണം കൂട്ടിവെച്ചാൽ കടിച്ചു കീറും അടുത്തയാളെ ഓരോ തടങ്ങളിൽ. എന്നാൽ ഇതാ നമ്മുടെ മഹാപുരോഹിതൻ അങ്ങനെയല്ല. ഒരു പൊൻകച്ച തന്നെ മാർബിൽ കെട്ടിയിരിക്കുകയാണ്. എത്ര 1000 പേര് വന്നാലും, ഏത് രൂപേൻ വന്നാലും, ലേവി വന്നാലും, ശിമയോൻ വന്നാലും, അതേ ബെന്യാമീൻ വന്നാലും, എല്ലാവരെയും, ലോകത്തുള്ള മുഴുവൻ പേരെയും ഒന്നിച്ചുൾക്കൊള്ളുന്ന ആ നിർവ്യാജ വിശ്വാസത്തിന്റെ മനസ്സ്, അതാണ് ഈ പൊൻകച്ച. ഹല്ലേലൂയ. ആ പൊൻകച്ചയിൽ എല്ലാം ഉൾക്കൊള്ളുവാനുള്ള സ്ഥലമുണ്ട്. എല്ലാം. അതുകൊണ്ട് ഓരോ തടമൊന്നും ഉണ്ടാക്കാതെ ഒരു വലിയ പൊൻകച്ച തന്നെ മാർബിൽ കെട്ടി തന്റെ ഹൃദയത്തിനകത്ത്, പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും ഇടയുമുണ്ട്. നമ്മുടെ കർത്താവിന്റെ ഹൃദയം നമുക്ക് വേണ്ടി തുറന്ന ഹൃദയമാണ്. ഒരിക്കൽ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭക്കാരെ നോക്കിയിട്ട് വിളിച്ചു പറഞ്ഞു, അല്ലയോ കൊരിന്ത്യക്കാരെ, അല്ലയോ കൊരിന്തിലുള്ള വിശ്വാസികളെ, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഹൃദയം ഇതാ
വിശാലമായി തുറന്നിരിക്കുന്നു. എല്ലാവരെയും, ഏത് വ്യക്തിയെയും, കുറവുള്ളവരും അത് ബലഹീനരും താഴ്ചയുള്ളവരും വിശുദ്ധരും പൂർണ്ണരും എല്ലാവരെയും ഞങ്ങളിതാ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വഹിക്കുകയാണ്. എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ ഹൃദയത്തിൽ ഇടുക്കമില്ല. അല്ലയോ കൊരിന്ത്യരെ, അല്ലയോ കൊരിന്ത്യരെ, ഞങ്ങളുടെ വായ് നിങ്ങളോട് തുറന്നിരിക്കുന്നു. വായ് ഞങ്ങൾ വിളിച്ചു പറയുന്ന മാത്രമല്ല, ഞങ്ങളുടെ ഹൃദയം വിശാലമായിരിക്കുന്നു. ഞങ്ങളുടെ ഹൃദയവും അതുപോലെയാണ്. വെറുതെ വായ് കൊണ്ട് പ്രസംഗിച്ചിട്ട് പോകുന്നവരല്ല. ഞങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്കിടമുണ്ട്. ഞങ്ങളുടെ വായ് നിങ്ങളുടെ നേരെ തുറന്നിരിക്കുന്നത്. ഞങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഇടുക്കമില്ല. ഞങ്ങളുടെ ഉള്ളിൽ ഇടുക്കമായിട്ടല്ല, വെറുതെ വാക്കുകൊണ്ട് മാത്രം വാഗ്ധോരണി മുഴക്കിയിട്ട് ഹൃദയത്തിൽ ഇടുക്കം വെച്ചുകൊണ്ടിരിക്കുന്നവരല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഞങ്ങളുടെ ഹൃദയത്തിന്റെ അനുഭവമാണ്, ഞങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവമാണ്. ഇത് തന്നെയാണ് ഞങ്ങൾ ഇന്ന് പ്രസംഗിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ ജീവിതം. ഹല്ലേലൂയ. ധൈര്യമായിട്ട് പറയാൻ ഇന്ന് എനിക്ക് തന്റെ ഇടമുണ്ട്. അത് ഈ ഭൂതലത്തിലുള്ള ഏത് മനുഷ്യനെ സ്നേഹിക്കുവാൻ എന്റെ ഹൃദയം വിശാലമാക്കി തന്നു. എന്റെ ദൈവം എന്റെ ഹൃദയത്തെ വിശാലമാക്കി കഷ്ടതയിലിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ, ദുഃഖത്തിലിരിക്കുന്നവരുടെ കണ്ണുനീര് തുടയ്ക്കുവാൻ, വേദനയോട് അടുത്തു വരുന്നവർക്ക് അവർക്ക് വേണ്ട സഹായം ചെയ്യുവാൻ ദൈവം എന്നെ ശുശ്രൂഷക്കാരനാക്കി എന്ന് പറയുവാൻ, അതെ ഞങ്ങളെ ശുശ്രൂഷക്കാരാക്കിയിരിക്കുന്നു പറയുവാൻ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. കൊരിന്ത്യക്കാരോട് പറഞ്ഞു. ഏത് വാക്യമാണ് ചിലരൊക്കെ തപ്പുക? സ്തോത്രം. 2 കൊരിന്ത്യർ 6:11 ഒന്ന് നോക്കിക്കോണം കേട്ടോ. സംശയം ഉണ്ടെ കുറിച്ചു വെച്ചോണം, വീട്ടിൽ ചെന്ന് നോക്കണം. അതേ കൊരിന്ത്യരെ, ഞങ്ങളുടെ വായും തുറന്നിരിക്കുന്നു, ഞങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ അതല്ല, ഞങ്ങളുടെ ഹൃദയവും തുറന്നിരിക്കുകയാണ്. അതേ ക്രിസ്തുവിന്റെ ഹൃദയത്തിൽ എല്ലാവർക്കും ഇടമുണ്ട്. അതുപോലെ ക്രിസ്തുവിന് പകരം നിൽക്കുന്ന സ്ഥാനാപതികളും അതേ ലോകത്തിൽ എല്ലാവരെയും വഹിക്കുവാൻ തക്കവണ്ണം ആ വിശാല ഹൃദയം ദൈവം നമുക്ക് തന്നിരിക്കുന്നു എന്നറിയണം. ശുശ്രൂഷക്കാര് അങ്ങനെ വിശാല ഹൃദയമുള്ളവരായി വേണം ശുശ്രൂഷ ചെയ്യുവാൻ. ഇടുങ്ങിയ ഹൃദയവുമായിട്ട് ഒരല്പകാര്യത്തിൽ പെട്ടെന്ന് ഇടറിപ്പോകുന്നവരായിട്ട്, അതേ ഒരാളെ അംഗീകരിക്കുകയും ഒരാളെ അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവരായിട്ട് ശുശ്രൂഷ ചെയ്താൽ അവർക്ക് സിയോനിൽ ഇടമില്ല. പ്രസംഗിക്കാമെന്നേ ഉള്ളൂ. അതുമാത്രമല്ല, യഥാർത്ഥമായി ഹൃദയം തുറക്കപ്പെട്ട ഒരു വിശ്വാസി ലോകത്തിലുള്ള ഏത് മനുഷ്യനെയും ഏത് ശത്രുവിനെ സ്നേഹിക്കാൻ തക്കവണ്ണം ഹൃദയം തുറക്കപ്പെട്ടവനായിരിക്കണം. അതേ മാറത്ത് പൊൻകച്ച കെട്ടിയതിന്റെ ആത്മീയ വെളിപ്പാട് അതാണ് ദൈവം എനിക്ക് തന്നത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ മനോഹരമായ രൂപം അത് കണ്ടുകൊണ്ട് ഇതെല്ലാം വിവരിക്കാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകട്ടെ. പ്രിയപ്പെട്ടവരെ, പിന്നീട് നിങ്ങൾ ഇതിനെക്കുറിച്ച് ധ്യാനിച്ചുകൊള്ളുക. മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശ്യൻ. അതെ, ഈ ലോകത്തിൽ വന്ന് ഇതേ ശരീരമെടുത്ത് ഒരിക്കൽ ജീവിച്ചവൻ ഇന്ന് ഈ രൂപത്തിലായിരിക്കുന്നതാണ് യോഹന്നാൻ കാണുന്നത്. പണ്ട് അവൻ ഈ ശരീരത്തിൽ, ജഡശരീരത്തിൽ നമ്മെപ്പോലെ നമ്മുടെ നടുവിൽ ഇരുന്നവനാണ്. ഇന്നിതാ മാറിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്താണിത് വിളിച്ചു പറയുന്നത്? ഈ മൺകൂടാരത്തിലിരിക്കുന്നവന് ഈ മഹത്വരൂപമായി മാറാൻ കഴിയുമെന്നുള്ള സാക്ഷ്യമാണിത്. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് മൺശരീരമാണ്, ഇന്ന് മണ്ണിൻ രൂപമാണ്, ഇന്ന് ബലഹീന ശരീരത്തിലാണ് ഇരിക്കുന്നത്. ക്രിസ്തുവും നമ്മെ പോലെ ഇതേ ശരീരമെടുത്ത് അടിമയിൻ രൂപമായി, ദൈവരൂപമായി, നീതിയിലും വിശുദ്ധിയിലും അതേ പൂർണ്ണതയിലും അതേ കാണപ്പെടുന്ന ക്രിസ്തു അവൻ ദാസരൂപമായി ലോകത്തിൽ ഇരുന്നവനാണ്. ആ ദാസരൂപം എടുത്ത് ലോകത്തിലേക്ക് വന്ന് വേഷത്തിൽ മനുഷ്യനായവനാണ്. ആ വേഷത്തിൽ മനുഷ്യനായ ആ മനുഷ്യപുത്രനായി മാറിയവൻ ഇതാ ഇന്നിപ്പോൾ എങ്ങനെ നിൽക്കുന്നു? മനുഷ്യപുത്രനോട് സദൃശ്യൻ. അതേ മനുഷ്യപുത്രൻ തന്നെയാണ് ഇവിടെ, അതേ രൂപമാണ് ഇവിടെയും കാണുന്നത്. അടുത്തവനെ നോക്കിയാൽ അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ, തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ, ഹിമത്തോളം വെണ്മ. എന്ത് തലയും തലമുടിയും എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ മനസ്സിനെ കാണിക്കുകയാണ്. തല ക്രിസ്തുവിന്റെ മനസ്സ്, തലമുടി എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ആ ത്യാഗവും പ്രതിഷ്ഠയുമാണ്. ത്യാഗവും പ്രതിഷ്ഠയും. ആ തലമുടി എന്ന് പറയുന്നത് പണ്ടുകാലത്ത് പൂർവ്വനാളുകളിൽ ദൈവത്തിന്റെ ഭക്തന്മാര് ഈ തലയും തലമുടിയൊക്കെ വെച്ചാണ് പ്രതിഷ്ഠ ചെയ്യുന്നത്. അറിയാമോ? പ്രതിഷ്ഠയും ആ ശമൂവേലിനെ ആലയത്തിലേക്ക്, ശീലോവിലേക്ക് കൊണ്ടുവരുമ്പോൾ ഹന്ന ഒരു നേർച്ച നേർന്നു. അതെ, ഇവൻ ദൈവത്തിന് നാസീറായിരിക്കും.
ഇവന്റെ ജീവകാലത്തൊരിക്കലും തലമുടിയിൽ ക്ഷൗരക്കത്തി തൊടുകയില്ല. ക്ഷൗരക്കത്തിയാകുന്ന ലോകത്തിന്റെ മലിനത അവന്റെ ജീവിതത്തിന്റെ പ്രതിഷ്ഠയെ മുറിക്കത്തില്ല എന്ന് അവൾ ഉടമ്പടി ചെയ്താണ് അവനെ കൊണ്ടുവന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം ഈ ദൈവവചനം ശ്രവിക്കുമ്പോൾ ഈ തലയും തലമുടിയും ഹിമത്തോളം വെണ്മയുള്ളതായി പഞ്ഞിപോലെ മാറിയിരിക്കുന്നുവോ? നിന്റെ മനസ്സ്, നിന്റെ ദൈവത്തോടുള്ള ഉടമ്പടി, നിന്റെ പ്രതിഷ്ഠ, നിന്റെ തീരുമാനം ഇതിനെ വെണ്മയാക്കി അതേ ജീവിതം പവിത്രമായി, മനസ്സ് പരിശുദ്ധമായി, പവിത്രമായി, പാവനമായി മാറ്റിയിട്ടുണ്ടോ? ക്രിസ്തുവിൽ കാണുന്നതാണ്. അതേ ഉയർത്തെഴുന്നേറ്റ രൂപം കണ്ടുകൊണ്ട് വേണം ഈ വിശ്വാസയാത്ര മുന്നോട്ട് നയിക്കുവാൻ. അങ്ങനെ വേണം മുന്നോട്ട് പോകുവാൻ. ആത്മീക ജീവിതം എന്ന് പറയുന്ന അതാണ്. ആ കാഴ്ചപ്പാട് ലഭിച്ചിട്ടില്ലെങ്കിൽ നിനക്ക് എങ്ങനെ വിശുദ്ധനാകാൻ കഴിയും? തലയും ഹിമത്തോളം വെണ്മയുള്ളതായി പഞ്ഞിപോലിരിക്കുന്നു. കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തത് എന്ന് പറഞ്ഞാൽ ഈ അഗ്നി പോലെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണ്. അതിന്റെ അർത്ഥം എന്താണ്? ഈ കണ്ണിന് മറഞ്ഞിരിക്കുന്നതൊന്നുമില്ല. ഈ കണ്ണിന്റെ മുൻപിൽ ഒന്നും മറവല്ല. ഇരുട്ടുപോലും നിനക്ക് മറവല്ലെന്ന് സങ്കീർത്തനക്കാരൻ പാടിയില്ലേ? ഇരുട്ടുപോലും നിനക്ക് മറവല്ല. ഇരുട്ടിലും പ്രകാശിക്കുന്ന അഗ്നിജ്വലനം പോലെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണുകൾ. പ്രിയപ്പെട്ടവരെ, അവന് മറവായതൊന്നുമില്ല. അങ്ങനെയുള്ള ഒരു കണ്ണാണ് ആ യേശുവിൽ നമ്മൾ കാണുന്നത്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് എന്റെ രഹസ്യങ്ങളെ കാണുന്നവനാണ്, എന്റെ ജീവിത പാതകളെ കാണുന്നവനാണ്. ആ ബോധ്യതയോടുകൂടെ വേണം നിന്റെ യാത്ര ചെയ്യാൻ. പ്രിയപ്പെട്ടവരെ, അതിനാണ് നമ്മെ അഭിഷേകം ചെയ്തത്. ദൈവത്തിന് സ്തോത്രം. ഇനി 10 നിമിഷം കൊണ്ട് ഞാൻ പറഞ്ഞു നിർത്തണമല്ലോ. നമുക്ക് ഒന്നാമത്തെ വിഷയമായ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ പ്രദർശനം കഴിഞ്ഞു, ആ കാൽവറി സ്നേഹം. രണ്ടാമത്തെ വിഷയമായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലുള്ള ആ ദൈവസ്നേഹത്തിന്റെ അവസ്ഥയെ നാം കണ്ടു കഴിഞ്ഞു. മൂന്നാമതായിട്ട് ആ ദൈവസ്നേഹം എങ്ങനെ പ്രകടമാകുന്നു എന്നുള്ളത് അടുത്ത വാക്യത്തിൽ വായിക്കാം. യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 17-ാം വാക്യം വായിക്കാം. 1 യോഹന്നാൻ 3:17. എന്നാൽ ഈ ലോകത്തിലെ വസ്തുവകയുള്ളവൻ ആരെങ്കിലും തന്റെ സഹോദരന് മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിക്കാഞ്ഞാൽ ദൈവത്തിന്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിക്കും? ദൈവസ്നേഹം ഒരുവന്റെ ഉള്ളിൽ വസിക്കുന്നതിന്റെ പ്രകട രൂപമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതെ, നീ നന്മയനുഭവിച്ച് സംതൃപ്തനായി ഈ ലോകത്തിൽ ജീവിക്കുന്നു. വിശ്വാസിയാകട്ടെ, ശുശ്രൂഷക്കാരാകട്ടെ, ആര് തന്നെയായാലും ഇത് നമുക്കൊരു ഉപദേശമാണ്. 16-ാമത്തെ വാക്യം ഒന്ന് എടുത്തു നോക്കിയാൽ അതിന്റെ മുൻഭാഗം കാണാം. അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ചുകൊടുത്തതിനാൽ നാം സ്നേഹമെന്തെന്ന് നാം അറിഞ്ഞു. സ്നേഹമെന്തെന്നറിയുവാൻ പുത്രനായ ക്രിസ്തു, ദൈവത്തിന്റെ പുത്രൻ, തന്റെ ജീവനെ എനിക്ക് വേണ്ടി, നമുക്ക് വേണ്ടി തന്നു. ആ ജീവനെ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം. സ്നേഹത്തെ കാൽവറിയിലൂടെ നാം കണ്ടു, അവിടെ തിരുബലിയായി. രണ്ടാമത് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിലേക്ക് തന്നപ്പോൾ ആ സ്നേഹത്തിന്റെ ആഴമറിഞ്ഞു, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ ആ മഹത്വരൂപം കണ്ടു. മൂന്നാമത് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നത് പഠിപ്പിച്ചുകൊണ്ട് ദൈവസ്നേഹം നമ്മെ ഗ്രഹിപ്പിക്കുകയാണ്. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവരായി നമ്മെ മാറ്റുകയാണ്. ദൈവ പൈതലേ, അപ്പോസ്തലനായ യോഹന്നാൻ സ്നേഹത്തിന്റെ അപ്പോസ്തലൻ, സ്നേഹത്തിന്റെ ലേഖനമാണ് യോഹന്നാന്റെ 1-ാം ലേഖനം. ഈ ലേഖനം ഈ സ്നേഹത്തിന്റെ ലേഖനമാണ്. 1 കൊരിന്ത്യർ 13 സ്നേഹത്തിന്റെ അധ്യായം എന്ന് പറയുന്നു. എന്നാൽ യോഹന്നാന്റെ 1-ാം ലേഖനം സ്നേഹത്തിന്റെ ലേഖനമാണ്. ആ സ്നേഹവാനായ ക്രിസ്തുവിനോട് ആ സ്നേഹത്തിൽ ലയിച്ചു ചേർന്നിട്ട് ആ സ്നേഹത്താൽ നിർബന്ധിതനായി, പ്രേരിതനായി യോഹന്നാൻ എഴുതിയ ലേഖനമാണിത്. ആ ലേഖനത്തിന്റെ ഓരോ അധ്യായവും സ്നേഹത്തിന്റെ ഉള്ളടക്കമാണ് കാണുന്നത്. സ്നേഹമാണ് അതിനകത്തെ പ്രതിപാദ്യ വിഷയം. പ്രിയപ്പെട്ടവരെ, അവൻ വിളിച്ചു പറഞ്ഞു, മറ്റുള്ളവർക്ക് നിന്നിൽ നിന്ന് നന്മ വരുന്നില്ലെങ്കിൽ നിന്റെ സ്നേഹം ദൈവസ്നേഹമല്ല. മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ നിനക്കറിവുണ്ടോ? വിശ്വാസിയെ, ശുശ്രൂഷക്കാരെ, നാം മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവരാകണം, ഉപകാരികളാകണം. ഭൂമിയിൽ വസ്തുവകകളുണ്ട്, നന്മകളുണ്ട്. എന്നാൽ ഈ നന്മ മറ്റുള്ളവന് നന്മയായി ഭവിക്കാൻ തക്കവണ്ണം നീ ചിന്തിക്കുന്നുണ്ടോ? നിനക്കുള്ള നന്മയെല്ലാം യേശു കർത്താവ് തന്റെ പിന്നാലെ വന്ന് ഓരോരുത്തരെയും വിളിച്ചിട്ട് പലരെയും പറഞ്ഞു. ചിലർ യേശുവിനെ കണ്ടപ്പോൾ തന്നെ ഏറ്റു പറഞ്ഞു. ഇതൊക്കെ നമ്മുടെ ചരിത്രത്തിലുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 19 നമ്മൾ
വായിച്ചു നോക്കിയാൽ സക്കായി ആ യേശുവിനെ കാണാൻ ആഗ്രഹിച്ച് അത്തിമരത്തിന്റെ മുകളിൽ ഇരിക്കുകയാണ്. യേശു അത്തിമരത്തിന്റെ ചുവട്ടിൽ ചെന്ന് മേലോട്ട് നോക്കി, സക്കായിയെ വേഗം ഇറങ്ങി വാ, ഇത്രേ പറഞ്ഞുള്ളൂ, വേറൊന്നും പറഞ്ഞില്ല. ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കണം, നിന്റെ വീട്ടിൽ എനിക്ക് പാർക്കണം എന്ന് പറഞ്ഞ വാക്ക് മാത്രം കേട്ടു. ഇറങ്ങി വന്ന് ബന്ധപ്പെട്ട് അത് കഷ്ടപ്പെട്ട് പെട്ടെന്ന് ഇറങ്ങി വന്ന് അവന്റെ മുൻപിൽ വന്ന് നിന്നിട്ട് ഏറ്റുപറയാൻ തുടങ്ങി, കർത്താവേ, വസ്തുവകയിൽ പാതി ദരിദ്രർക്ക് കൊടുത്തേക്കാം. ഇതുവരെ ഒരു ചില്ലിക്കാശ് കൊടുത്തിട്ടില്ല, വല്ലവന്റെ ഒക്കെ പിടിച്ചു വാങ്ങിയിട്ടേ ഉള്ളൂ. വിശ്വാസികളെ കേട്ടോണം. അതെ, ദൈവത്തിന്റെ വേലക്കാരെ കേട്ട് ശ്രദ്ധിച്ചുകൊള്ളണം. അതെ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ നീ പഠിച്ചിട്ടുണ്ടോ? മറ്റുള്ളവരെ കഷ്ടങ്ങളിലിരിക്കുന്നവർക്ക് നന്മ ചെയ്യാൻ നിനക്കറിയാമോ? ഇല്ലെങ്കിൽ ഇതാ സക്കായിയെ നോക്ക്. മാനസാന്തരം ഉണ്ടായപ്പോൾ യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത ഏറ്റുപറച്ചിൽ ഫസ്റ്റ് വാക്ക് അതാണ്, എന്റെ വസ്തുവകയിൽ പാതി ദരിദ്രർക്ക് കൊടുത്തേക്കാം. മാത്രമല്ല, വല്ലതും ചതിവായി വല്ലതും അബദ്ധത്തിൽ എന്റെ കയ്യിൽ വന്നുപെട്ടിട്ടുണ്ടെങ്കിൽ, ചതിച്ചറിഞ്ഞു തന്നെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് ഇനി മടക്കി കൊടുത്തേക്കാം. കാരണം മറ്റുള്ളവർക്ക് കൊടുക്കാതെ മറ്റുള്ളവരുടെതെല്ലാം ഇങ്ങോട്ട് വാങ്ങിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ വാങ്ങാനല്ല, കൊടുക്കുന്നത് ഭാഗ്യമെന്ന് യേശു അവിടെ ആയിരിക്കും പഠിപ്പിച്ചത്. അപ്പോസ്തല പ്രവൃത്തിയിൽ എഴുതിയിട്ടുണ്ടെങ്കിലും സുവിശേഷത്തിലെങ്ങും അത് കാണുന്നില്ല. ദൈവത്തെ വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം എന്ന് യേശു പറഞ്ഞ വാക്ക് അവരോർത്തു. ദൈവത്തിന് സ്തോത്രം. 20:35 പിന്നെ വായിച്ചാതി. ഇപ്പൊ നോട്ട് ചെയ്തു വെച്ചു. ദൈവത്തിന് സ്തോത്രം. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം. അതാണ് യഥാർത്ഥ ദൈവസ്നേഹത്തിന്റെ ഒരു ലക്ഷണം. അത് നീ പഠിക്കണം. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവര് നിന്നെ സ്നേഹിക്കണമെന്ന് നീ ആഗ്രഹിക്കുകയല്ല, നീ സ്നേഹം കൊടുക്കണം. പണത്തിന്റെ കാര്യം മാത്രം അല്ലീ പറഞ്ഞത് കേട്ടോ. ചിലർ വിചാരിക്കും വാങ്ങുക കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ പണം അല്ലെങ്കിൽ എന്തെങ്കിലും ഭൂമിയിലെ കാര്യം അല്ല. നീ മറ്റുള്ളവർ നിന്നെ സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നതിനെ ഉപരി നീ മറ്റുള്ളവർക്ക് സ്നേഹം കൊടുത്തു പഠിക്കണം. മറ്റുള്ളവർ നിന്നെ ബഹുമാനിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഉപരി മറ്റുള്ളവരെ ബഹുമാനിക്കാൻ പഠിക്കണം. മറ്റുള്ളവരെ നിന്റെ മുൻപിൽ താഴണമെന്ന് ആഗ്രഹിക്കാതെ നീ മറ്റുള്ളവരുടെ മുൻപിൽ താഴാൻ സന്നദ്ധനാകണം. അതെ, നിന്നെ തന്നെ ഉയർത്താതെ താഴ്മ ധരിക്കാൻ തയ്യാറാകണം. മറ്റുള്ളവരെ നിന്റെ അധികാരിയാക്കണം, നീ മറ്റുള്ളവരുടെ അധികാരിയാകാൻ ശ്രമിക്കരുത്. കർത്താവ് പറഞ്ഞു, സ്വർഗരാജ്യത്തിൽ ഒന്നാമനാകണമെങ്കിൽ ഇവിടെ ഒടുക്കത്തവനാകണം. അങ്ങനെ നീ കൊടുത്താൽ അങ്ങനെ കൊടുത്താൽ നിന്നിൽ നിന്ന് ആത്മീകമായ നന്മകൾ കടന്നു ചെന്നിട്ട് മറ്റുള്ളവരെ ആത്മീകരാക്കാൻ നീ കൊടുക്കുന്ന വ്യക്തിയാകണം. നിന്നിൽ നിന്ന് ആത്മീകമായ അനുഗ്രഹം ഉണ്ടാകട്ടെ. അപ്പോസ്തലനായ പൗലോസ് ഒരിക്കൽ കൊരിന്ത്യ സഭയെ നോക്കി വിളിച്ചു ചോദിച്ചു, ഞങ്ങളുടെ ആത്മീകമായത് നിങ്ങൾക്ക് വിതച്ചിട്ട്, ഞങ്ങളുടെ ആത്മീകമായത് നിങ്ങളോട് അറിയിച്ചിട്ട് നിങ്ങൾ എല്ലാ ആഴ്ചയും ദശാംശം തരും, അതുകൊണ്ട് ശരി, നല്ല വിശ്വാസി, ഓക്കെ, താങ്ക് യു പറഞ്ഞു വിടാനല്ല. നിങ്ങളുടെ ആത്മീക ജീവിതമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അറിയാമോ, ഞങ്ങളുടെ പണമോ വസ്തുവോ അല്ല ഞങ്ങൾക്ക് വേണ്ടിയത്. ഞങ്ങൾ എന്തിന് ആത്മീകമായത് വിതയ്ക്കുന്നു? ഓരോ നാളും ക്രിസ്തുവിന്റെ വരവിനെക്കുറിച്ച്, കാഹളത്തിൽ മുഴങ്ങുന്നതിനെക്കുറിച്ച്, അതേ നിർമ്മല ജീവിതത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത് എന്തിന്? ഞങ്ങളുടെ ആത്മീകമായത് വിതച്ചിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് ആത്മീകമായത് നൽകിയിട്ട്. വായിച്ചു നോക്കിക്കേ, എവിടെ എഴുതിയിരിക്കുന്ന അറിയാമോ? വിശ്വാസികളും വേലക്കാരൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഗൂഗിൾ സെർച്ച് ആയിരുന്നെങ്കിൽ ഒരു സെക്കൻഡ് വന്നേന്. ഇത് മാനുവൽ സെർച്ചാ കേട്ടോ. സ്തോത്രം. 1 കൊരിന്ത്യർ 9:11 1 കൊരിന്ത്യർ 9:11 ഞങ്ങൾ ആത്മീകമായത് നിങ്ങൾക്ക് വിതച്ചിട്ട് നിങ്ങളുടെ ഐഹികമായത് കൊയ്താൽ വലിയ കാര്യമോ? നിങ്ങളുടെ ഐഹിക നന്മയൊന്നും വലിയ കാര്യമല്ല. ചിലര് പതുക്കെ പറയാം. ഒരു കുപ്പി പാല് കൊണ്ടുവന്നു, പാസ്റ്റർ പറഞ്ഞു മദറിന്റെ കൊടുത്തേര്. അപ്പോൾ തന്നെ ഇടറി. പാസ്റ്റർക്ക് എന്താ ഒന്ന് കൈവച്ച് പ്രാർത്ഥിച്ചാൽ ഈ ഐഹികമായതൊന്നും വലിയ കാര്യമല്ലെന്ന് ഓർത്തോണം. പാല് കൊണ്ടുവരുന്നതിനും പയറ് കൊണ്ടുവരുന്നതിനും പ്രാർത്ഥിക്കാനല്ല പാസ്റ്ററെ വെച്ചിരിക്കുന്നത്. ഇതേലെല്ലാം തൊട്ട് പ്രാർത്ഥിക്കണം. അതിനൊന്നുമല്ല വെച്ചിരിക്കുന്നത്. ഐഹിക നന്മ നല്ലതാ, അത് ആവശ്യമാ, വേണ്ടെന്നൊന്നും പറഞ്ഞില്ല. അതിനെ അങ്ങ് ധിക്കരിച്ച് കളയുകയല്ല. അത് സഹോദരിമാരുടെ അടുത്തോട്ട് കൊണ്ട് കൊടുത്തിട്ട് സ്തോത്രം ചെയ്താൽ സ്തോത്രം. അതെല്ലാം ഇപ്പൊ പാസ്റ്ററെ കാണിക്കണമെന്നൊന്നും ആവശ്യമില്ല. എന്റെ ഉപദേശമാകട്ടോ, നോക്കിക്കണ്ടു നിന്നോണം.
ദൈവത്തിന് സ്തോത്രം. അതേ പ്രിയപ്പെട്ടവരെ, ഈ ഐഹിക നന്മകൾ അത് കണ്ടിട്ട് അതിലങ്ങ് സന്തോഷിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. നിങ്ങൾ ആത്മീകരാണോ, വിശ്വാസ വീരന്മാരാണോ, സത്യത്തിനു വേണ്ടി നിൽക്കുന്നുണ്ടോ? അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. നിങ്ങൾ വിശുദ്ധിക്ക് വേണ്ടി പോരാടുന്നവരാണോ? കർത്താവിന്റെ കാഹളം ധ്വനിക്കുമ്പോൾ ഒരാൺകുട്ടിയായി സിംഹാസനത്തിലേക്ക് ഉയരുവാൻ ഞങ്ങളുടെ സഭ ഞങ്ങൾ അധ്വാനിക്കുന്നത് കൊണ്ട് ഒരുക്കപ്പെടുന്നുണ്ടോ? അതാണ് ഞങ്ങളുടെ ദർശനം, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഹല്ലേലൂയ. മനസ്സുണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞാട്ട്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മിൽ നിന്ന് മറ്റുള്ളവർക്ക് അനുഗ്രഹമുണ്ടാകണം. അതാണ് ദൈവസ്നേഹത്തിന്റെ ഒരു അടയാളം. വീണ്ടും വായിക്കുമ്പോൾ 4-ാം അധ്യായത്തിലേക്ക് വരാം. യോഹന്നാന്റെ 1-ാം ലേഖനം 4-ാമത്തെ അധ്യായം അതിന്റെ 13-ാം വാക്യത്തിൽ മറ്റൊരു കാര്യം കാണാം. ഈ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മിലേക്ക് വന്നാൽ എന്താ സംഭവിക്കുന്നതെന്ന്. നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നു എന്ന് അവൻ തന്റെ ആത്മാവിനെ തന്നതിനാൽ നാം അറിയുന്നു. 16 ഇങ്ങനെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ നാം അറിഞ്ഞും വിശ്വസിച്ചും ഇരിക്കുന്നു. ദൈവം സ്നേഹം തന്നെ. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു. ഇനി 18-ാം വാക്യം കൂടെ വായിക്കുകയാണ്. സ്നേഹത്തിൽ ഭയമില്ല. സ്നേഹം, യേശുവിന്റെ സ്നേഹം ഒരുവന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവന് ആരെ ഭയപ്പെടേണ്ട കാര്യമില്ല. യേശുവിന്റെ സ്നേഹത്താൽ ആകർഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ, യേശുവിന്റെ സ്നേഹം മനസ്സിലായാൽ പിന്നെ മതത്തെയും പിന്നെ സമൂഹത്തെയും പിന്നെ പാരമ്പര്യത്തെയും പിന്നെ മറ്റുള്ളവരെയും ഒന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. യേശുവിന്റെ സ്നേഹം എന്റെ ഉള്ളിൽ വന്നാൽ പിന്നെ ഭയമില്ല. സ്നേഹിക്കുന്നെങ്കിൽ വായിക്ക്. ഭയത്തിന് ദണ്ഡനമുണ്ട്. നീ ഭയപ്പെടുന്നവനാണെങ്കിൽ അതിന്റെ പുറകിൽ ഒരു വേദനയുണ്ട്, ഒരു ശിക്ഷയുണ്ട്. ഭയത്തിന് ദണ്ഡനമുള്ളതുകൊണ്ട് തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. തികഞ്ഞ സ്നേഹം, ആ യേശുവിനോടുള്ള ആ തികഞ്ഞ സ്നേഹം ഒരുവന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയമില്ല. ഭയങ്കര ധീരനായി മാറുകയാണ്. അതെ, ആത്മീക തീവ്രവാദിയാക്കി നമ്മെ മാറ്റും. ഹല്ലേലൂയ. ആ വാക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്തതാ, എങ്കിലും അതെ ഇപ്പുറത്തൊരു വാക്ക് പറയുന്നത് അത് സ്റ്റാൻഡേർഡ് കുറഞ്ഞു പോകും. അതുകൊണ്ട് പറഞ്ഞാ കേട്ടോ. നമ്മുടെ ആത്മീക ജീവിതത്തില് അവസാനത്തെ പോയിന്റിലേക്ക് നമ്മെ കൊണ്ടുവന്ന് നിർത്തുവാൻ ഭയമില്ലാത്ത സ്നേഹം, അതേ കാൽവറി സ്നേഹം നമ്മെ കാൽവറിയിലൂടെ പുതിയ പാതയിൽ കൊണ്ടുവന്നു. പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ വന്നു. തൃത്വ ദൈവത്തെ, ഉയർത്തെഴുന്നേറ്റവനെ നമുക്ക് വെളിപ്പെടുത്തി തന്നു. അങ്ങനെ ആ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ അതേ ഉരുവായി. അതുമാത്രമല്ല, ആ സ്നേഹം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുവാൻ ആരംഭിച്ചപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി പകർന്നു കൊടുക്കുന്ന മനുഷ്യരായി, സ്വീകരിക്കാനല്ല എടുത്തു കൊടുക്കുവാൻ നമ്മെ സന്നദ്ധരാക്കി. അതുമാത്രമല്ല, അങ്ങനെ മുന്നോട്ട് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒന്നിനെ, ലോകത്തെ ഭയമില്ല, പിശാചിനെ ഭയമില്ല, നാളെ വരുന്ന കഷ്ടങ്ങളെക്കുറിച്ച് ഓർത്ത് ചഞ്ചലപ്പെടുന്നില്ല, വ്യാകുലങ്ങളില്ല, ഒന്നിനെക്കുറിച്ചും കലക്കമില്ല. വലിയ ധൈര്യം, ആ ദൈവസ്നേഹം, തികഞ്ഞ സ്നേഹം ഒരുവന്റെ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞാൽ അവന് പിന്നെ ഒന്നിനെക്കുറിച്ച് ഭയപ്പെടുവാൻ ആവശ്യമില്ല. അതനുഭവിക്കുന്നവർ മാത്രമല്ലേ പറയാം ഹല്ലേലൂയ. അങ്ങനെ ഇനി എന്റെ പോയിന്റുകൾ പറഞ്ഞു തീർക്കാൻ സമയമില്ലാത്തതുകൊണ്ട് വെറും വാക്കുകൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ആ സ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ സ്നേഹം എന്ത് ചെയ്യുന്നു? അത് അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ സഭയ്ക്ക് എഴുതുമ്പോൾ 1-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതി, അതേ നാം തന്റെ സ്നേഹത്തിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ തിരഞ്ഞെടുത്തു. ആ സ്നേഹത്തിൽ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ വന്ന് നമ്മെ വിശുദ്ധരും നിഷ്കളങ്കരുമായി, അതേ കളങ്കം ചുളുക്കം ഒന്നുമില്ലാതെ ശുദ്ധയും നിഷ്കളങ്കയുമായി തേജസ്സേറിയ ഒരു മണവാട്ടിയായി, മണവാളന്റെ വരവിനെ ആവലോടെ നോക്കിപ്പാർക്കുന്ന ഒരു മണവാട്ടിയാക്കി അത് നമ്മെ മാറ്റുകയാണ്. ആ മണവാളന്റെ വരവിന് വേണ്ടി ആവലോടെ ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്ന ഒരു മണവാട്ടിയാക്കുവാൻ. കാരണം ആ വരവിനെ കാത്തിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സ്നേഹത്തിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകണം. ആ പ്രിയനോടുള്ള സ്നേഹം, വേറെ സ്നേഹം ഇടയ്ക്ക് കയറി വന്നാൽ ഈ വിശുദ്ധയും നിഷ്കളങ്കയും എന്നുള്ള സ്റ്റാൻഡേർഡ് നഷ്ടപ്പെടും. ആ അവസ്ഥ മാറും. അതേ വേറെ സ്നേഹങ്ങൾ, ചിലർക്ക് പണത്തോടാണ് സ്നേഹം, ചിലർക്ക് ലോകത്തിന്റെ വേഷത്തോടാണ് സ്നേഹം, ചിലര് പാപത്തെ സ്നേഹിച്ച് പാപവഴിയിലേക്ക് പോകുന്നുണ്ട്. അതെല്ലാം വേണ്ട, എല്ലാം മാറ്റാം. വിശുദ്ധരും നിഷ്കളങ്കരുമായി സ്നേഹത്തിൽ അതേ നിർമ്മലരായി മാറണം. അങ്ങനെ ആ സ്നേഹത്തിൽ നിർമ്മലരായി മാറിയാൽ അവരെക്കുറിച്ച് അടുത്തതായിട്ട് പറയുകയാണ്, അത് ഈ സ്നേഹം എങ്ങനെ ഉത്ഭവിക്കണം?
ആയിരിക്കണം. തീമത്യോസിന് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലൻ പൗലോസ് തീമത്യോസിന് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പൗലോസ് തീമത്യോസിനെ പ്രബോധിപ്പിച്ചു കൊടുക്കുന്നത്. യൗവനക്കാരായ ആത്മീക സഭയുടെ പിന്തലമുറക്കാരോട് അപ്പോസ്തലൻ പറയുകയാണ്. ഇന്നത്തെ സഭയോട് എന്ത് പറയുന്നു? വായിക്കാം. ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. ഇവയിൽ നിന്നൊഴിവായി വരുന്ന സ്നേഹമുണ്ടാകണം. ആത്മീക സഭ എങ്ങനെ ഇരിക്കണം? അതേ ആത്മീക സഭയായ ദൈവജനം അതേ ശുദ്ധ ഹൃദയമുള്ളവരായി, ശുദ്ധ ഹൃദയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന സ്നേഹം. കാണുമ്പോ ചിരിച്ച് പ്രൈസ് ദി ലോർഡ്, അപ്പച്ച സ്തോത്രം എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ നമുക്കറിയാം ശുദ്ധ ഹൃദയമല്ല, കപട ഹൃദയം. ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുന്നു? ഇങ്ങനെ കാണുമ്പോഴുള്ള വേഷമല്ല. ശുദ്ധ ഹൃദയം. സഭാവിശ്വാസികളെ, സഭാ ശുശ്രൂഷകരെ, ദൈവത്തിന്റെ ജനമേ, നമ്മുടെ ഹൃദയത്തിൽ എന്തെങ്കിലും അകൃത്യമുണ്ടെങ്കിൽ നിന്റെ ഹൃദയത്തിൽ പുറപ്പെടുന്ന സ്നേഹമല്ല, പകരം നിന്റെ ഹൃദയത്തിൽ പുറപ്പെടുന്നത് ദൈവം ഇഷ്ടപ്പെടാത്ത കാര്യമായിരിക്കും. ശുദ്ധ ഹൃദയം വേണം. ഇന്ന് ഈ പകൽക്കാലം നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം ശുദ്ധ ഹൃദയത്തോടെ. ശുദ്ധ ഹൃദയം, നല്ല മനസാക്ഷി വേണം എന്ന് പറഞ്ഞാൽ അപ്പോസ്തലൻ ഓർപ്പിക്കുകയാണ്, എനിക്ക് മനുഷ്യരോടും ദൈവത്തോടും കുറ്റമില്ലാത്ത മനസാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുവാൻ ഞാൻ എപ്പോഴും ശ്രമിക്കുകയാണ്. അങ്ങനെ പറഞ്ഞ ഭക്തനാണ് അപ്പോസ്തലൻ പൗലോസ്. പഴയ നിയമത്തിൽ പോലും ആ ദൈവമനുഷ്യനായ ദാനിയേൽ ഒരു ദിവസം നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, അതേ രാജാവേ, തിരുമുൻപിൽ ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല. മനുഷ്യന്റെ മുൻപിലുള്ള പ്രാഗൽഭ്യം, അതുമാത്രമല്ല അവന്റെ മുൻപിൽ ഞാൻ കുറ്റക്കാരനല്ല, അവന്റെ മുൻപിൽ ഞാൻ കുറ്റമില്ലാത്തവൻ, ദൈവത്തിന്റെ മുൻപിൽ ഞാൻ കുറ്റമില്ലാത്തവനാണ്. രാജാവേ, തിരുമുൻപിലും ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ഇങ്ങനെ പറഞ്ഞ ദാനിയേലിനെ പോലെ നമ്മുടെ ജീവിതത്തെ പ്രാഗൽഭ്യമുള്ളവാക്കണം. പഴയ നിയമത്തിൽ പണ്ട് ഒരു ഭക്തൻ ഇതിനു മുൻപും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആ ഭക്തന്റെ വാക്ക്, ആ പേരൊന്ന് പറയാമോ ആർക്കെങ്കിലും? നിർത്തിയാ മതിയായിരുന്നു എന്നോർത്തിരിക്കുമ്പോഴാണ് അവൻ ഇത് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അവന്റെ പേരാണ് ശമൂവേൽ പ്രവാചകൻ. ഒരു ദിവസം ആ ശൗൽ രാജാവിനെ അടുത്തു നിർത്തി ഇസ്രായേൽ ജനത്തെ മുൻപിൽ നിരത്തിയിരുത്തി. എല്ലാവരും ഇരിക്കുന്നു. അഭിഷിക്തനായ രാജാവ് അടുത്തു നിൽക്കുന്നു. വയസ്സനായ ശമൂവേൽ അടുത്തു നിന്നുകൊണ്ട് വെല്ലുവിളിച്ച് ചോദിച്ചു, ഞാൻ നിങ്ങളുടെ ആരുടെയെങ്കിലും കാളയെടുത്തിട്ടുണ്ടോ? കഴുതയെ അപഹരിച്ചിട്ടുണ്ടോ? ആരുടെ കയ്യിൽ നിന്നെങ്കിലും സമ്മാനം വാങ്ങി എന്റെ കണ്ണ് കുരുടാക്കിയിട്ട് നിങ്ങളുടെ ന്യായം ഞാൻ മറിച്ചു കളഞ്ഞു എന്ന് പറയുവാൻ നിങ്ങളിൽ ആർക്കെങ്കിലും ഇപ്പോൾ ധൈര്യമുണ്ടോ എന്നവൻ വെല്ലുവിളിച്ച് ചോദിച്ചു. എന്നാൽ അവരോട് പറയുന്നു, ഈ അഭിഷിക്തനായ രാജാവിന്റെ മുൻപിലും അതേ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ മുൻപിലും എനിക്ക് വിരോധമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സാക്ഷീകരിക്കുവീൻ. വെല്ലുവിളിച്ചു. വിശ്വാസിയെ, ദൈവപൈതലേ, നീ ആത്മീകനാണെന്ന് അഭിമാനിക്കുന്ന നല്ലത്. നിനക്ക് ഈ പ്രാഗൽഭ്യമുണ്ടോ? ഇന്ന് ഈ പകൽക്കാലം നമ്മുടെ മുഴങ്കാലുകളെ മടക്കാം, കണ്ണുകളെ അടയ്ക്കാം, ജീവിതത്തെ ദൈവമുൻപിൽ ക്രമപ്പെടുത്താം. കർത്താവിന്റെ സ്നേഹമാണ് അതിന് പ്രേരിപ്പിച്ചത്. ആ സ്നേഹമാണ് അവനെ നിർബന്ധിച്ചത്. ദൈവത്തോടുള്ള സ്നേഹം. മറ്റൊന്നിനെ സ്നേഹിക്കാൻ അവനെ വിട്ടില്ല. വേറൊന്നിലേക്കും പോയില്ല. ഒരന്യായവും ചെയ്യുവാൻ സാധിച്ചില്ല. ഒരു ദോഷവും അവൻ ചെയ്തില്ല. എന്തുകൊണ്ട്? ദൈവസ്നേഹം അവന്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ആ സ്നേഹം ദൈവത്തോട് മാത്രം അവനെ ബന്ധിപ്പിച്ച് ഏകീഭവിപ്പിച്ച് ദൈവത്തിന് പ്രസാദമുള്ളത് മാത്രം ചെയ്തുകൊണ്ട് ആത്മീകമായി മുന്നേറുവാൻ. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പൗലോസ് ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 9-ാം വാക്യം മുതൽ താഴേക്ക് വായിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണമെന്നും അതേ ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും നീതിഫലത്താൽ നിറഞ്ഞവരായി കർത്താവിന്റെ മുൻപിൽ നിൽപ്പാൻ യോഗ്യരുമാകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാരായി ഇടർച്ചയില്ലാത്തവരായി കർത്താവിന്റെ മുൻപിൽ നിൽക്കുവാൻ ധൈര്യമുണ്ടോ? കർത്താവിന്റെ നാളിതാ അടുത്തു വരുന്നു. ക്രിസ്തുവിന്റെ നാൾ അടുത്തു വരുന്നു. കാഹളധ്വനിയുമായി, ഗംഭീരനാദവുമായി, പ്രധാന ദൂതന്റെ ശബ്ദവുമായി അവൻ ആകാശവേഗത്തിൽ വെളിപ്പെടുവാൻ സമയമായി. എല്ലാവരും കണ്ണുകളെ അടച്ചാട്ട് ദൈവസന്നിധിയിൽ ഈ ദൈവസ്നേഹത്തെ ചിന്തിച്ച് ധ്യാനിച്ച് ഹൃദയം ഉണരുന്നു എങ്കിൽ ഇപ്പോൾ ആത്മാവിൽ നിറയട്ടെ.
കർത്താവിനെ സ്തുതിക്കാം. എല്ലാവരും നന്ദിയാൽ നിറഞ്ഞ ഹൃദയത്തിൽ കർത്താവിന്റെ സ്നേഹത്താൽ നിറഞ്ഞ കർത്താവിനെ സ്തുതിക്കാം. ആ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇന്ന് പകൽക്കാലം നിന്റെ മുൻപിൽ വന്ന് നിൽക്കുകയാണ്. നിന്നെ ഉയർപ്പിക്കുവാൻ അവൻ ആഗ്രഹിക്കുകയാണ്. ആ ഉയർപ്പിൻ ശക്തി നിന്റെ ഉള്ളിൽ വന്നാൽ, അതേ പിതൃത്വ ദൈവം നിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ, ആ ദൈവത്തെ പോലെ നിന്നെ ആക്കുവാൻ, നീതിയിലും വിശുദ്ധിയിലും ദൈവരൂപമാക്കി, അതേ പരിശുദ്ധത്തിന്റെ പൂർണ്ണതയിൽ നിന്നെ എത്തിച്ച് അവന്റെ മുൻപിൽ ക്രിസ്തുവിന്റെ നാളിൽ നിർമ്മലന്മാരായി ഇടർച്ചയില്ലാത്തവരായി നിർത്തുവാൻ നിങ്ങളിലുള്ള ദൈവസ്നേഹം പരിജ്ഞാനത്തോടും വിവേകത്തോടും വർദ്ധിച്ച് അതേ പൂർണ്ണതയിൽ നിന്നെ കൊണ്ടുപോയി എത്തിക്കും. ആ പ്രത്യാശയുള്ളവരെല്ലാം ഇപ്പോൾ ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിക്ക്. എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്ത്. ആത്മാവിൽ ആരാധിക്കുവേൻ. എല്ലാവരും ദൈവത്തോട് സംസാരിക്കാം. ആത്മാവിൽ നിറയാം. ചില നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ യോഗം അവസാനിക്കുകയാണ്. ഇപ്പോൾ ആത്മാവിൽ ആരാധിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? അതേ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന്, ഈ സ്നേഹത്തിന്റെ പ്രവൃത്തിയിൽ നിന്ന്, ഈ സ്നേഹത്തിന്റെ അനുഭവത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കുവാൻ ഒരു ശക്തിക്ക് സാധ്യമല്ല. വെല്ലുവിളിച്ചു പറയാം. കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ അറുക്കാനുള്ള ആടുപോലെ എണ്ണുന്ന അവസ്ഥയോ മരണമോ ജീവനോ ഉയരമോ ആഴമോ ദൂതന്മാരോ വാഴ്ചകളോ അധികാരങ്ങളോ അതേ ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ ക്രിസ്തുയേശുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ ഒരു നാൾ വേർപിരിക്കത്തില്ല. അങ്ങനെ തീരുമാനിക്കുന്നവരെല്ലാം ഇപ്പോൾ കർത്താവിന്റെ സ്നേഹത്താൽ നിറയണം. യേശുവിന്റെ സ്നേഹത്താൽ നിറയണം. കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കണം. ഒരു നിർമ്മല കന്യകയാക്കി ആ മണവാളന്റെ മുൻപിൽ നിർത്തുവാൻ ഈ സ്നേഹം നിന്നെ ഒരുക്കട്ടെ. നിർമ്മലന്മാരായി ഇടർച്ചയില്ലാത്തവരായി അവിടുത്തെ മുൻപിൽ നിൽക്കുവാൻ നമ്മെ കർത്താവ് ഒരുക്കട്ടെ. എല്ലാവരും അതിനെ സമർപ്പിക്കാം. യേശുവിൻ സ്നേഹത്താൽ എല്ലാവരും ചേർന്ന് പാടാം. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, തൻ സ്നേഹമാധുര്യം അവർണ്ണനീയമേ, തൻ സ്നേഹമാധുര്യം അവർണ്ണനീയമേ. ആഴത്തെ ആഴമേ യേശുവിൻ സ്നേഹമേ, ആഴത്തെ ആഴമേ യേശുവിൻ സ്നേഹമേ, ആഴത്തിൻ ധ്യാനമേ ജീവിത ഭാഗ്യമേ, ആഴത്തിൻ ധ്യാനമേ ജീവിത ഭാഗ്യമേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, തൻ സ്നേഹമാധുര്യം അവർണ്ണനീയമേ, തൻ സ്നേഹമാധുര്യം അവർണ്ണനീയമേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, തൻ സ്നേഹമാധുര്യം അവർണ്ണനീയമേ, തൻ സ്നേഹമാധുര്യം അവർണ്ണനീയമേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, യേശുവിൻ സ്നേഹത്താൽ യേശുവിൻ